بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. الحمد لله رب العالمين عاقبة للمتقين ولا عدوان إلا على الظالمين. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. والله جعل لكم من أنفسكم أزواجا وجعل لكم من أزواجكم بنين وحفظا ورزقكم من الطيبات أفبالباطل يؤمنون وبنعمة الله هم يكفرون. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിതം പരമാവധി ചിട്ടപ്പെടുത്തണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ജനസംഖ്യാ വർധനവും ഭക്ഷ്യക്ഷാമവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. കാലിക പ്രസക്തമാണ് എന്ന തിരിച്ചറിവിൻ്റെ ഭാഗമാണ് ഇത്തരമൊരു വിഷയം തിരഞ്ഞെടുക്കുവാനുള്ള അടിസ്ഥാന കാരണം. നമുക്കറിയാം, നാം ഓരോരുത്തരും നെഞ്ചോട് ചേർത്ത് പിടിച്ച മതമാണ് ഇസ്ലാം. പടച്ച റബ്ബ് നമുക്ക് കനിഞ്ഞു തന്ന അവൻ്റെ അനുഗ്രഹം, പടച്ച റബ്ബ് തൃപ്തിപ്പെട്ടു തന്ന സമ്പൂർണമായ മാർഗദർശനം, ഇതുമാത്രമാണ് മോക്ഷത്തിൻ്റെ മാർഗമെന്ന് അടിയുറച്ച് വിശ്വസിക്കുകയും മുസ്ലിമായി ജീവിച്ച് മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മുസ്ലിമായി മരിക്കാൻ കൊതിക്കുകയും റബ്ബേ നീ ഞങ്ങളെ മരിപ്പിക്കുകയാണെങ്കിൽ മുസ്ലിമായി മരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ വിധിക്കപ്പെട്ടവരുമാണ് നമ്മൾ. ഇസ്ലാം മനസ്സിലാക്കുന്ന, ഇസ്ലാം ആചരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഇസ്ലാമിനെ മനുഷ്യ സമൂഹത്തിൻ്റെ മുന്നിൽ എത്തിക്കേണ്ടത്, സമർപ്പിക്കേണ്ടത് വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ ബാധ്യതയാണ്. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ലോകത്തുള്ള നിരവധി മതങ്ങളുടെ കൂട്ടത്തിൽ കേവലം ഒരു മതമായി നമ്മൾ ഒരിക്കലും ഇസ്ലാമിനെ കാണരുത്. മറിച്ച് സട്ടാവായി ഉടയതമ്പുരാൻ്റെ മതമാണെന്നുള്ള ഗൗരവപരമായ തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഈ മതം മനുഷ്യപ്രകൃതിയുടെ മതമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യപ്രകൃതിക്ക് വിരുദ്ധമായ, മനുഷ്യപ്രകൃതിയെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു നിയമവും ഒരു നിർദ്ദേശവും ഒരു നടപടിയും ഇസ്ലാം മുന്നോട്ട് വെക്കുന്നില്ല. മറിച്ച് മനുഷ്യപ്രകൃതിക്ക് അനുകൂലമായ, മനുഷ്യാസ്തിത്വത്തെ ജ്വലിപ്പിക്കാനും മനുഷ്യാസ്തിത്വത്തെ പ്രകാശപൂരിതമാക്കാനും ഉതകുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും നടപടികളുമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഇത്രമാത്രം കാര്യങ്ങൾ വ്യക്തമായിട്ടും പലപ്പോഴും ഇസ്ലാം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ കൂടുതൽ ശക്തിപ്പെടുന്നു.
അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഇസ്ലാമിനെതിരെ ഉന്നയിച്ച് കഴമ്പില്ലാത്ത വിമർശനങ്ങൾ ഇസ്ലാമിനെതിരെ എയ്തുവിട്ട് മനുഷ്യ മനസ്സുകളിൽ നിന്നും ഇസ്ലാമിനെ വേരോടെ പിഴുതെറിയുവാനുള്ള വളരെ ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നൂറ്റാണ്ടുകളേറെയായി സത്യത്തിൻ്റെ ശത്രുക്കൾ, ഇരുട്ടിൻ്റെ ശക്തികൾ ആ രംഗത്ത് സജീവമാണ്. അവരുടെ ബുദ്ധിയും അറിവും കഴിവും സമ്പത്തും എല്ലാം ആ രംഗത്ത് അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇസ്ലാമിനെതിരെയുള്ള നിരവധി വിമർശനങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിശ്ചയിക്കപ്പെട്ട സമയപരിധിക്കകത്തു നിന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ്. ഇസ്ലാം മാനവരാശിയുടെ നിലനിൽപ്പിനെക്കുറിച്ച്, വർധനവിനെക്കുറിച്ച്, വികാസത്തെക്കുറിച്ച് മുന്നോട്ട് വച്ച ആശയങ്ങൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വചനങ്ങൾ ഇന്ന് നമുക്കിടയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ജനസംഖ്യാ വർധനവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ സമീപനം എല്ലാ അർത്ഥത്തിലും അത് മാനവരാശിയുടെ നാശത്തിന് കാരണമായി തീരുമെന്നും ജനസംഖ്യാ വർധനവ് അതുവഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഭക്ഷ്യക്ഷാമം, അവശ്യവസ്തുക്കളുടെ ദൗർബല്യം തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളാൽ, അത്തരം പ്രശ്നങ്ങളെല്ലാം മനുഷ്യ സമൂഹത്തിൻ്റെ തന്നെ സർവനാശത്തിന് കാരണമായി തീരുമെന്ന് വളരെ ഗൗരവത്തോടെ അല്ലെങ്കിൽ ശക്തമായ രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് തൽപര കക്ഷികൾ. ഈ യുഗത്തിൽ ഏറ്റവും മൂർച്ചയേറിയ ആയുധമായ മീഡിയയെ ആ രംഗത്ത് അവർ ശരിക്കും ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ഒരു തവണ പ്രസവിച്ചാൽ മതി, രണ്ടാമത് അവൾ പ്രസവിക്കരുത്. ജനസംഖ്യ വർധനവിൽ നിന്ന്, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മാനവരാശിക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന സകല പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നേടണമെങ്കിൽ, മോചന മനുഷ്യ സമൂഹത്തിന് ലഭിക്കണമെങ്കിൽ സ്ത്രീകൾ ഒരു തവണ പ്രസവിച്ചാൽ മതി, രണ്ടാമത് അവൾ അമ്മയാകരുത്, ഉമ്മയാകരുത് എന്ന വാദമുഖങ്ങൾ. രണ്ടാമത്തെ വാദം, അതല്ലെങ്കിൽ ബാധ്യതകളില്ലാത്ത ലൈംഗിക ജീവിതത്തിന് സ്ത്രീകളും പുരുഷന്മാരും തയ്യാറാകണം. വർഷങ്ങൾക്ക് മുമ്പ് 1960 കാലഘട്ടങ്ങളിൽ ഹ്യൂമനിസ്റ്റുകൾ തുറന്നു പ്രഖ്യാപിച്ച ഇത്തരത്തിലുള്ള വാദങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഈ രീതിയിൽ പല വാദങ്ങളും എത്രത്തോളം എന്നാൽ മാതാവിൻ്റെ ഗർഭാശയത്തിൽ ഘട്ടം ഘട്ടമായി വളർന്നുകൊണ്ടിരിക്കുന്ന പിഞ്ചു പൈതലിനെ കഷ്ണം കഷ്ണമായി നുറുക്കി അവനെ അല്ലെങ്കിൽ അവളെ കൊന്നൊടുക്കി ആ ഇളം മീനിയെ കൈകാലുകളെ മുറിച്ച് കണ്ടം തുണ്ടമാക്കി പുറത്തേക്ക് വലിച്ചെറിയണം. അങ്ങനെ ജനസംഖ്യാ വർധനവിനെ നിയന്ത്രിക്കണം. ഇങ്ങനെ നിരവധി വാദമുഖങ്ങൾ നമുക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഈ രംഗത്താണ് മുസ്ലിങ്ങൾ എന്ന നിലയിൽ, ഇസ്ലാമിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവരെന്ന നിലയിൽ ഈ രംഗത്തിൽ ഇസ്ലാമിന്റെ സമീപനം എന്താണ്, മുസ്ലിങ്ങൾ എന്ന നിലയിൽ എന്ത് സമീപനമാണ് ഈ രംഗത്ത് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മാനവരാശിയുടെ വർധനവുമായി ബന്ധപ്പെട്ട, വികാസവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ സമീപനങ്ങളെല്ലാം തീർത്തും മാനവികമാണ്, പ്രായോഗികമാണ്, പ്രകൃതിപരമാണ്, സൃഷ്ടിപരമാണ്. നാം മനസ്സിലാക്കണം, ദൈവികമായ മാർഗദർശനം അനുധാവനം ചെയ്യുന്നുവെങ്കിൽ ജനസംഖ്യാ വർധനവ് മനുഷ്യ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കില്ല എന്നാണ് ഇസ്ലാമിന്റെ സമീപനം. എന്നാൽ ഇവിടെയുള്ള പ്രകൃതി വിഭവങ്ങളിൽ, അതുമായി ബന്ധപ്പെട്ട സമ്പത്തുകളിൽ തൽപര കക്ഷികളുടെ കടന്നുകയറ്റവും അതിക്രമവും സ്വാർത്ഥ നിലപാടുകളുമെല്ലാം, സാമ്പത്തിക രംഗത്തെ അപക്വമായ നടപടിക്രമങ്ങളെല്ലാം പലപ്പോഴും മാനവരാശിയെ തന്നെ പ്രതികൂലമായി ബാധിക്കാം. ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഇസ്ലാമിന് കൃത്യമായി ആ രംഗത്ത് അതിൻ്റെതായ നേർക്കുനേരെയുള്ള സൃഷ്ടിപരമായ സമീപനമുണ്ട്. ജനസംഖ്യാ വർധനവുമായി ബന്ധപ്പെട്ട വസ്തുതകളെ അറിയാനും മനസ്സിലാക്കാനും നമ്മൾ ശ്രമിക്കുമ്പോൾ ഇന്നലകളിലേക്ക് ഒരല്പം നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടിയിരിക്കുന്നു. അത് അനിവാര്യമാണ്. 10,000 വർഷങ്ങൾക്ക് മുമ്പ് എത്ര മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന ചോദ്യങ്ങൾക്ക് പ്രമുഖ ചരിത്രകാരന്മാരെല്ലാം നൽകുന്ന മറുപടി ഏറെക്കുറെ 50 ലക്ഷം ജനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ജീവിച്ചിരുന്നു എന്ന്. എന്നാൽ ആ AD 1650 ആയപ്പോഴേക്കും 50 ലക്ഷത്തിൽ നിന്ന് 50 കോടിയിലേക്ക് ലോക ജനസംഖ്യ കുതിച്ചുയർന്നു.
AD 1830 ലോക ജനസംഖ്യ 100 കോടി തികഞ്ഞു. 1987 ജൂലൈ 11 ലോകം ലോക ജനസംഖ്യാ ദിനം ആചരിച്ചപ്പോൾ ലോക ജനസംഖ്യ 500 കോടി കവിഞ്ഞു. 1999 ഒക്ടോബർ മാസമായപ്പോഴേക്കും ലോക ജനസംഖ്യ 600 കോടി കവിഞ്ഞു. 2008 നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഇന്ന് ലോക ജനസംഖ്യ ഏറെക്കുറെ 670 കോടിയിലേക്ക് എത്തി നിൽക്കുന്നു. ഈ നില തുടരുകയാണെങ്കിൽ ഏതാനും വർഷങ്ങൾക്കകം ലോക ജനസംഖ്യ 800 കോടിയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഭാരതീയരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മണ്ണിലെ നമ്മുടെ നാട്ടിലെ ജനസംഖ്യ എത്ര ഉണ്ട്? 2000 കണക്കെടുപ്പ് പ്രകാരം 100 കോടി തികഞ്ഞു നമ്മുടെ ഭാരതത്തിൽ ഭാരതീയർ. എന്നാൽ ഇന്ന് ലോകത്ത് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ചൈനയാണെങ്കിൽ ഭാരതം ഇതേ സ്ഥിതി തുടരുകയാണെങ്കിൽ 2050 ചൈനയെ പിന്തള്ളി 1-ാം സ്ഥാനം നേടിയെടുക്കുക ഇന്ത്യക്ക് പ്രയാസകരമല്ല എന്നാണ് ഈ അടുത്ത കാലത്തെ പഠനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ജനങ്ങൾ എങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. കോടാനുകോടി മനുഷ്യർ. ഇവരൊക്കെ പെരുകിയാൽ ഇവർക്കൊക്കെ ഭക്ഷണം എവിടെ നിന്നാണ്? ആര് ഭക്ഷണം കൊടുക്കും? ഭക്ഷ്യക്ഷാമം ഉണ്ടാവില്ലേ? പ്രയാസങ്ങൾ ഉണ്ടാവില്ലേ? ദുരിതങ്ങൾ ഉണ്ടാവില്ലേ? രോഗങ്ങൾ പെരുകില്ലേ? വാന നശീകരണം ഉണ്ടാവില്ലേ? ഭക്ഷ്യോൽപാദനങ്ങളിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? അങ്ങനെ പല പല പ്രശ്നങ്ങളാണ് പലരും മുന്നോട്ട് വെക്കാറുള്ളത്. എന്നാൽ ഈ ജനസംഖ്യ വർധനവിനെ അനുകൂലിക്കുന്നവർ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്, അതിനെ എതിർത്തവരും ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവരുടെ പിൻഗാമികൾ ഇന്നുണ്ട്, അനുകൂലിക്കുന്നവരും ചോദ്യം ചെയ്യുന്നവരും. ഒന്നും കൂടെ ചരിത്രത്തിന്റെ പഴയ താളുകൾ മറിക്കുമ്പോൾ ജനസംഖ്യാ വർധനവിനെ അനുകൂലിച്ച വ്യക്തിത്വങ്ങളിൽ ഒരാളായി നമുക്ക് വായിക്കാൻ കഴിയുന്നു ചൈനീസ് തത്വചിന്തകനായ കൺഫ്യൂഷ്യസ്. അദ്ദേഹം പറഞ്ഞത് വലിയ ജനത എന്ന ആശയം എല്ലാ അർത്ഥത്തിലും നിലനിൽക്കേണ്ടതുണ്ട്, ജനങ്ങൾ വളരണം, വികസിക്കണം എന്ന കാഴ്ചപ്പാട്. അതേസമയം ഗ്രീക്ക് തത്വചിന്തകനായ പ്ലാറ്റോ പറഞ്ഞത് ഗ്രീസിലെ നഗരങ്ങളിലെ പൗരന്മാരുടെ എണ്ണം 5040 ഉണ്ടാവണം, മാത്രമല്ല അവർക്ക് വേണ്ട ഭൂമിയും വീടും സ്ഥലങ്ങളെല്ലാം തുല്യമായി വീതിക്കണം എന്ന കാഴ്ചപ്പാടാണ് പ്ലാറ്റോ മുന്നോട്ട് വെച്ചത്. അതേസമയം റോമക്കാർ ജനങ്ങൾ പെരുകുന്നതോടൊപ്പം തന്നെ എല്ലാ അർത്ഥത്തിലും സൈനിക ശക്തിയെ ശക്തിപ്പെടുത്താനും അതുവഴി കൂടുതൽ ഉയരാനും വളരാനും യുദ്ധരംഗത്ത് ജൈത്രയാത്ര നടത്താനും കഴിയുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ജനസംഖ്യാ വർധനവിനെ അവരെല്ലാ അർത്ഥത്തിലും പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതേസമയം കാൾ മാർക്സ് പറയണത് ജനസംഖ്യാ വർധനവല്ല ദാരിദ്ര്യത്തിനും തൊഴിലില്ലായ്മയ്ക്കുമുള്ള മൂലകാരണം, സാമ്പത്തിക രംഗത്തെ ക്രമക്കേടുകളാണ് മൂലകാരണമെന്നാണ് കാൾ മാർക്സിന്റെ പ്രതികരണം. അതേസമയം ഇബ്നു ഖൽദൂൻ പറഞ്ഞത് ഒരു മനുഷ്യ കുഞ്ഞ് പിറന്നു വീഴുമ്പോൾ അവൻ കേവലം വായയും ആമാശയവും മാത്രമായിട്ടല്ല അവൻ പിറന്നു വീഴുന്നത്, തിന്നു തീർക്കാനുള്ള വായ കൊണ്ട് മാത്രമല്ല, മറിച്ച് അധ്വാനിക്കാനുള്ള കരുത്തുള്ള 2 കരങ്ങളുമായിട്ടാണ് ഏതൊരു കുഞ്ഞും ഈ ഭൂമി ലോകത്ത് പിറന്നു വീഴുന്നത്. അതുകൊണ്ട് തന്നെ ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഉൽപാദനങ്ങൾ കൂടും, അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളും ഉണ്ടാകുമെന്ന കാഴ്ചപ്പാടാണ് ഇബ്നു ഖൽദൂൻ ഉണ്ടായത്. എന്നാൽ ഇതിനെ എതിർക്കുകയും ശക്തമായി വിമർശിക്കുകയും ചെയ്തവരും ചരിത്രത്തിലുണ്ടായി. ആ രംഗത്ത് വളരെ ഏറെ ശ്രദ്ധേയമായ വ്യക്തിത്വമായി നമുക്ക് വായിക്കാൻ കഴിയുന്നത് 1798 പ്രമുഖ ബ്രിട്ടീഷ് പാതിരിയായിരുന്ന തോമസ് റോബർട്ട് മാൽസ. അദ്ദേഹം പറഞ്ഞത് മനുഷ്യൻ സ്വയം ജനപ്പെരുപ്പം നിയന്ത്രിക്കണം, ഇല്ലെങ്കിൽ പ്രകൃതി തിരിച്ചടിക്കും. പ്രകൃതി തിരിച്ചടിച്ചാൽ അത് മാനവരാശിയുടെ സർവനാശത്തിന് കാരണമായിത്തീരും. എന്നിട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച പരിഹാര മാർഗം ആത്മനിയന്ത്രണം, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക എന്നതായിരുന്നു. പലപ്പോഴും അദ്ദേഹത്തിന് ആ രംഗത്ത് പ്രചോദനമേകിയത് ഒരു പക്ഷേ പൗലോസിന്റെ ലേഖനങ്ങളാവാം. അപ്പോസ്തല പ്രവൃത്തികളിലൂടെ കണ്ണോടിക്കുമ്പോൾ സ്ത്രീകളെ സ്പർശിക്കരുത് എന്ന വിവാഹത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഉത്തമമെന്നും വിവാഹത്തിന് തയ്യാറായി നിൽക്കുന്ന ആളുകളോട് പോലും നിങ്ങൾ വിവാഹത്തിൽ നിന്ന് മാറി നിൽക്കുക, എന്നെ പോലെ ഒറ്റയ്ക്ക് കഴിയുന്നതാണ് നല്ലത് എന്നുള്ള നിർദ്ദേശങ്ങളാണ് പൗലോസ് ജനങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ അധ്യാപനങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ ഈ രീതിയിൽ നിത്യകന്യകളായി തീരണമെന്നുള്ള നിർദ്ദേശമൊന്നും നമുക്ക് വായിക്കാനോ മനസ്സിലാക്കാനോ കഴിയുന്നില്ല. പക്ഷേ ഈസാ നബി പഠിപ്പിക്കാത്ത ആശയങ്ങളെ ഈസാ നബിയുടെ പേരിൽ ആരോപിച്ച വ്യക്തിത്വമായി കൊണ്ടേ നമുക്ക് പൗലോസിനെ വായിക്കാനും മനസ്സിലാക്കാനും കഴിയുകയുള്ളൂ. അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ നിന്നെല്ലാം പ്രചോദനം ഉൾക്കൊണ്ടിട്ടാവാം ഒരു പക്ഷേ എല്ലാവരും ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം, ആത്മനിയന്ത്രണത്തിന് തയ്യാറാകണമെന്ന നിലപാടുമായി ഇത്തരം ചിന്തകളും ആശയങ്ങളെല്ലാം മുന്നോട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല അരിസ്റ്റോട്ടിൽ പറഞ്ഞത് ദാരിദ്ര്യത്തിലേക്കും സാമൂഹ്യ നാശത്തിലേക്കും ജനപ്പെരുപ്പം വഴി നയിക്കും, അതുകൊണ്ട് തന്നെ ശക്തമായ തടയിടൽ ആ രംഗത്തുണ്ടാകേണ്ടതുണ്ട്. എന്നാൽ ഇന്നത്തെ ചില പുരോഗമനവാദികൾ പറയുന്നത് ഓരോ കുഞ്ഞും പിറന്നു വീഴുന്നത് തിന്നു തീർക്കാനുള്ള വായയും അതുപോലെ തന്നെ നിറക്കാനുള്ള ആമാശയവുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ പിറക്കാനിരിക്കുന്ന
പെൺകുഞ്ഞാകട്ടെ ആൺകുഞ്ഞാകട്ടെ, മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് അവന്റെ വായയെ, അവന്റെ കഴുത്തിനെ, അവന്റെ ആമാശയത്തെ, അവന്റെ കൈകളെ കഷ്ണം കഷ്ണമായി നുറുക്കി പുറത്തെടുക്കണം. അങ്ങനെ ജനസംഖ്യ നിയന്ത്രിക്കണമെന്ന വാദമുഖങ്ങൾ. അല്ലെങ്കിൽ വാക്സിനുകളും ഗുളികകളും നൽകിക്കൊണ്ട് മാതാവിന്റെ ഗർഭാശയത്തിൽ വളരെ സൃഷ്ടിപരമായി പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന കുഞ്ഞിന് ആവശ്യത്തിനനുസരിച്ച് ഘട്ടം ഘട്ടമായി പോഷകങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന പ്ലാസന്റയെ ശക്തമായി സ്വാധീനിച്ചുകൊണ്ട് കുഞ്ഞിന് ലഭിക്കേണ്ട പോഷക ഘടകങ്ങളെ ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ട് ഇഞ്ചിഞ്ചായി കുട്ടിയെ കൊല്ലുക. ഇത്തരത്തിലുള്ള വാദമുഖങ്ങൾ മുന്നോട്ട് വെക്കുന്നവർ. എന്നിട്ട് അവർ പറയണത്, എന്തിനിങ്ങനെ പ്രയാസപ്പെടണം? ഉള്ള ആളുകൾ മാന്യമായി ജീവിച്ചോട്ടെ, അതിന് എന്തു വേണം? കുട്ടികൾ ജനിക്കണ്ട. അപ്പോ വിവാഹം എന്ന സമ്പ്രദായം വേണ്ട, മറിച്ച് ആർക്കും ആരുമായി എപ്പോഴും തോന്നിവാസത്തിൽ ഏർപ്പെടാം. ബാധ്യതകളില്ലാത്ത ലൈംഗികത. അതുകൊണ്ട് തന്നെ ആർക്കും ചോദിക്കാനില്ല. ഇഷ്ടമുള്ള ആളുകൾക്ക് ഇഷ്ടമുള്ള ആളുകളുടെ പോവാം. ഇഷ്ടം നഷ്ടപ്പെടുകയാണെങ്കിൽ വേറൊരാളിലേക്ക് തിരിച്ചു പോവാം. ഇതിനു വേണ്ടിയാണ് ആധുനിക ജനാധിപത്യവും അതിന്റെ ഉന്നത രൂപമായ സോഷ്യലിസവും നിലകൊള്ളുന്നത് എന്നാണ് 1983 ചിന്താവാരികയിലൂടെ EMSഉം പറഞ്ഞത്. ഇതേ ചിന്ത തന്നെയായിരുന്നു മാർക്സിന്റെയും എംഗൽസിന്റെയും തെരഞ്ഞെടുക്കപ്പെട്ട ലേഖനങ്ങളിലൂടെയും നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഇതിൽ തന്നെയായിരുന്നു ഹ്യൂമനിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ബാധ്യതയില്ലാത്ത ലൈംഗികത. നമ്മൾ മനസ്സിലാക്കണം, ഇത്തരത്തിലുള്ള വികലവാദങ്ങളും അല്ലെങ്കിൽ മനുഷ്യാസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന പടച്ച റബ്ബ് നിശ്ചയിച്ച പ്രകൃതിപരമായ അവസ്ഥകളെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ചിന്തകളും വികൃതമായ ആശയങ്ങളുമാണ് പലരും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മാത്രമല്ല, ചില ആളുകൾ മുസ്ലിങ്ങൾക്കെതിരെ തിരിയാൻ വേണ്ടി പ്രത്യേക സമയം കണ്ടെത്തി. രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന്റെ നേതാവായ രാം മാധവ് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു സ്വകാര്യ ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു, മുസ്ലിങ്ങളാണ് ഈ രംഗത്ത് പ്രശ്നം, മുസ്ലിങ്ങൾ പെറ്റുപെരുകുന്നതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ മുസ്ലിം ജനസംഖ്യ വളരുന്നത്, മുസ്ലിങ്ങളിൽ വലിയ കുടുംബം വെച്ച് പുലർത്തുന്നത് രാജ്യത്തിനും സമുദായത്തിനും നല്ലതല്ല. കൂടുതൽ സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുന്നത് ബഹുഭാര്യത്വമാണ്. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ പെരുകാനുള്ള കാരണം എന്നാണ് ഇദ്ദേഹത്തിന്റെ വിശദീകരണം. ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദി 1-2-3 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിലെ ബഹുഭാരത സമ്പ്രദായത്തെ വിമർശിച്ചുകൊണ്ട് പുച്ഛിച്ചുകൊണ്ട് സംസാരിച്ചത് നാം 5 നമുക്ക് 25 എന്നാണ്. ഒരു ഭർത്താവ് 4 ഭാര്യ 5. എന്നിട്ട് ഇവർക്ക് കൂടെ മൊത്തം 25 മക്കൾ. നാം 5 നമുക്ക് 25. ഇതാണ് മുസ്ലിങ്ങളുടെ നടപടിക്രമങ്ങൾ എന്ന്. ഇസ്ലാമിന്റെ ബഹുഭാരിത്വത്തെ മനസ്സിലാക്കാനോ പഠിക്കാനോ തയ്യാറാകാതെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കാനും സമൂഹ മധ്യത്തിൽ പിച്ചിച്ചീന്തുവാനുള്ള ശ്രമങ്ങളാണിത്. അദ്ദേഹത്തോട് നമുക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഗൗരവമായി പറയാനുള്ളത്, ഒന്ന്, ഇസ്ലാമിന്റെ ബഹുഭാരിത്വ സമ്പ്രദായത്തെ നേർക്കുനേരെ സൃഷ്ടിപരമായി വായിക്കാനും മനസ്സിലാക്കാനും അദ്ദേഹം സന്നദ്ധനാവുന്നുവെങ്കിൽ ഈ രീതിയിൽ പ്രതികരിക്കാൻ ഒരിക്കലും അദ്ദേഹത്തിന് കഴിയില്ലായിരുന്നു. വേണ്ട, അദ്ദേഹം ആചാര്യനായി അദ്ദേഹം ആരാധിക്കുന്ന പൂജിക്കുന്ന ശ്രീരാമചന്ദ്രന്റെ പിതാവിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാൻ 3 ഭാര്യമാർ. ആ 3 ഭാര്യമാരിൽ എത്ര മക്കൾ? പോകട്ടെ, ശ്രീകൃഷ്ണൻ സ്വീകരിച്ച ഭാര്യമാരുടെ എണ്ണങ്ങളുടെ അവസ്ഥകളെ കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ ഒരു സന്മനസ് കാണിക്കുന്നുവെങ്കിൽ ഈ രീതിയിൽ പ്രതികരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ലക്ഷ്യവും താല്പര്യവും വ്യത്യസ്തമാണ്. മുസ്ലിം വികാരത്തെ തൊട്ടുനിർത്തുകയും മാത്രമല്ല, മുസ്ലിം വികാരം കൊള്ളാൻ വേണ്ടി കുറെ ചെറുപ്പക്കാർ അതിനുവേണ്ടി തയ്യാറായി നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥ. മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ മാത്രമേ മുസ്ലിങ്ങളെ സംരക്ഷിക്കാനുള്ളൂ. ഇത്രയും കാലം വരാമ്പോൾ മുസ്ലിങ്ങളെ സംരക്ഷിച്ചത് ഈ രീതിയിൽ, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കേവല വികാരങ്ങളെ തൊട്ടുനിർത്തി സമൂഹത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുവാനും നശിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വാളുകൊണ്ടും കത്തികൊണ്ടും കുന്തം കൊണ്ടും അല്ല അതിന് മറുപടി നൽകേണ്ടത്. പക്വതയോടെ പാകതയോടെ പ്രമാണബദ്ധമായ മറുപടി നൽകുവാനുള്ള അന്തസ്സും അഭിമാനവും ഊർജവും ആർജവും മുസ്ലിം ഉമ്മക്ക് ഉണ്ടാകണമെന്ന തിരിച്ചറിവ് സഹോദരങ്ങൾ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. 2004 സെൻസസ് റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടപ്പോൾ അതിൽ 12.4% മുസ്ലിം ജനസംഖ്യ കുതിച്ചു എന്ന വാർത്തയാണ് കേട്ടത്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ ജനസംഖ്യയുടെ 12.4% ആയത് ആശങ്കയുളവാക്കുന്നു എന്നും ഇവർ ഹിന്ദു സമുദായത്തിന് ഭീഷണിയാണെന്നും ഒടുവിൽ ഹിന്ദുക്കൾ ന്യൂനപക്ഷമാകുകയും മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാകുകയും ഇന്ത്യയുടെ ഭരണം തന്നെ മുസ്ലിങ്ങളുടെ കരങ്ങളിൽ ഭദ്രമായി തീരുകയും ഹിന്ദുക്കൾ ന്യൂനപക്ഷമായി പീഡിപ്പിക്കപ്പെടുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു വർഗീയ ഫാസിസ്റ്റുകൾ ആ രംഗത്ത് ഈ സെൻസസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രതികരിച്ചത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ സെൻസസ് റിപ്പോർട്ട് സമർപ്പിച്ച സെൻസസ് രജിസ്ട്രാർ ജനറൽ ആയിരുന്ന JK ബാന്തിയ അദ്ദേഹം തുറന്നു സമ്മതിച്ചു, ആദ്യത്തെ റിപ്പോർട്ട് അല്ലെങ്കിൽ 1991 മുതൽ 2001 വരെയുള്ള കാലയളവിൽ നടന്ന ഈ സെൻസസ് റിപ്പോർട്ടിലെ തുടക്കത്തിലുള്ള ആ ആദ്യത്തെ റിപ്പോർട്ടിൽ സാങ്കേതികമായ ചില തകരാറുകൾ വന്നതുകൊണ്ട് അബദ്ധം പണഞ്ഞിട്ടുണ്ട്, തെറ്റിപ്പോയിട്ടുണ്ട്, അതല്ല സത്യം എന്ന് അദ്ദേഹം തുറന്നു സമ്മതിച്ചു, കുമ്പസരിച്ചു. എന്നിട്ട് അദ്ദേഹം തിരുത്തുകയും മാത്രമല്ല കൃത്യമായി നേർക്കുനേരെ ആ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു സത്യസന്ധമായി. ആ റിപ്പോർട്ടിൽ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന 1989 മുതൽ 91 വരെയും
1991 മുതൽ 2001 വരെയുള്ള ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ജനസംഖ്യ വർധനവുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ നിന്നും ചർച്ചകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് 2.9% ഹിന്ദു ജനസംഖ്യയിൽ കുറവ് കണ്ടതെങ്കിൽ അതിനേക്കാൾ കൂടുതൽ 3.5% ജനസംഖ്യാ രംഗത്ത് മുസ്ലിങ്ങൾക്കിടയിൽ ശക്തമായ ഇടിവാണ് കാണുന്നത്. ഇതാണ് സത്യം. എന്നിട്ട് മുസ്ലിങ്ങൾ പെരുകുന്നു, മുസ്ലിങ്ങൾ പെറ്റുപെരുകുന്നു എന്ന വാദമോഹമായി ഇസ്ലാമിനെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ സമൂഹ മധ്യത്തിൽ വളരെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അടിസ്ഥാന കാരണമായിട്ട് ഇവർ പറയണത് മുസ്ലിങ്ങളെല്ലാം തന്നെ ഉള്ളിടത്തൊക്കെ പോയി പെണ്ണുകെട്ടി എന്നിട്ട് ഇങ്ങനെ പെറ്റുകൂട്ടുകയാണെന്നുള്ള വാദമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇന്ത്യയിലെ ഈ ബഹുഭാരിത്വം സ്വീകരിച്ച ആളുകളുടെ നേർക്കുനേരെയുള്ള പഠനങ്ങളെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നുവെങ്കിൽ ചില സത്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടും. 2001 ചില കണക്കുകൾ പ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബഹുഭാരിത്വം സ്വീകരിച്ചത് മുസ്ലിങ്ങളല്ല, മുസ്ലിം സമൂഹമല്ല. മതപരമായി ഇസ്ലാം അനുവദിക്കുന്നുണ്ട് ഒരു മുസ്ലിമിന് ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കാം. ഇന്ത്യൻ ഭരണഘടനയും അനുവദിക്കുന്നുണ്ട് ഒരു മുസ്ലിമിന് ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കാം. നിയമപരമായ പരിരക്ഷയുണ്ട് ഇന്ത്യൻ ഭരണഘടനയിലും അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആനിലും. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബഹുഭാരിത്വം സ്വീകരിച്ചത് ഇന്ത്യയിലെ ഗോത്ര വിഭാഗങ്ങളാണ്. 15.25%. തൊട്ട് താഴെ നിൽക്കുന്നത് ബുദ്ധമതക്കാരാണ്, 7.97%. അതിൻ്റെയും താഴെ നിൽക്കുന്നത് ജൈന മതക്കാരാണ്, 6.72%. അതിന്റെ താഴെ മുസ്ലിങ്ങൾ നിൽക്കുന്നുള്ളൂ, 5.73%. അതിന്റെ തൊട്ടു പിന്നിലുണ്ട് ഹിന്ദുക്കൾ 5.8%. എന്നാൽ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ വേദനിപ്പിക്കുകയല്ല നമ്മൾ. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, 1954 ഹൈന്ദവ ഹിന്ദു വിവാഹ നിയമ ആക്ട് പ്രകാരം ഒരു ഹിന്ദുവിന് ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കാൻ പാടില്ല. അത് നിയമപരമായി വിലക്കുണ്ട്. അയാൾക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നത് നിഷിദ്ധമാണെന്നാണ് ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ ശിക്ഷാ നിയമം പഠിപ്പിക്കുന്നത്, ആ വിവാഹ നിയമത്തിലൂടെയുള്ള നിർദ്ദേശം. അപ്പോൾ ഒരു ഭാര്യ ജീവിച്ചിരിക്കുക, മറ്റൊരു ഇണയെ ഭാര്യയെ സ്വീകരിക്കുക എന്നത് നിയമപരമായ വിലക്കാണ്, പാടില്ല. എന്നിട്ട് പോലും 1951 മുതൽ 1961 വരെയുള്ള ഈ കാലഘട്ടത്തിൽ നടന്ന മൊത്തം ഇന്ത്യയിൽ നടന്ന ബഹുഭാരിത്വം ആരൊക്കെ എത്ര ഭാര്യമാരെ സ്വീകരിച്ചു എന്ന് പഠനം നടത്തിയപ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് 5.06% ഹിന്ദുക്കൾ ബഹുഭാരിത്വം സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ മുസ്ലിങ്ങളാകട്ടെ നിയമപരമായ പരിരക്ഷ ഉണ്ട്, ഖുർആൻ പറയുന്നുണ്ട്, സുന്നത്തിൽ അനുവദനീയമാണ്, അതോടെ തന്നെ ഇന്ത്യൻ ഭരണഘടനയും അനുവദിക്കുന്നുണ്ട്, പൗരാവകാശമായി പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആകെ 4.3% മാത്രമേ മുസ്ലിങ്ങൾ ബഹുഭാരിത്വം സ്വീകരിച്ചിട്ടുള്ളൂ. നിയമപരമായ വിലക്കുണ്ടായിട്ട് പോലും ഹിന്ദുക്കളായിരുന്നു ആ രംഗത്ത് മുന്നിൽ. പോകട്ടെ, ഗുജറാത്തിലെ അഹമ്മദാബാദിലെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 2 ഭാര്യമാരെ സ്വീകരിച്ച് എത്ര മുസ്ലിങ്ങളുണ്ട് പഠനം നടത്തി. ആ ചുറ്റുപ്രദേശങ്ങളിൽ 1279 പേരാണ് മുസ്ലിങ്ങളിൽ ഒന്നിലധികം ഭാര്യമാരുള്ളത്. 2 ഭാര്യമാരുള്ള മുസ്ലിങ്ങൾ. ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിച്ച് ഹിന്ദുക്കൾ ആരൊക്കെ ഉണ്ട് എന്ന് അന്വേഷണം നടത്തിയപ്പോൾ 19,931 പേരാണ് ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിച്ചത്. എന്നാൽ നിയമപരമായ പരിരക്ഷ ഇല്ല, വിവാഹം കഴിക്കാൻ പറ്റില്ല നിയമം മൂലം. അപ്പൊ എന്ത് ചെയ്തു? സൗഹൃദ ഉടമ്പടി എന്നൊരു പുതിയ ഉപായം കണ്ടെത്തി. അഥവാ ഒരു ഭാര്യ ജീവിച്ചിരിക്കെ 2ാം വിവാഹം വിലക്കുന്ന ഹിന്ദു നിയമത്തെ മറികടക്കാനുള്ള ഉപായമാണ് സൗഹൃദ ഉടമ്പടി. ഈ ഉടമ്പടി വഴി നിയമാനുസൃത ഭാര്യയ്ക്ക് പുറമെ പുരുഷനുമായി വൈവാഹിക ജീവിതം നയിക്കുന്ന സ്ത്രീക്കും ഈ ഉടമ്പടിയിലൂടെ നിയമപരിരക്ഷ ലഭിക്കേണ്ട. ഭാര്യയാണോ എന്ന ഭാര്യയല്ല. എന്നാൽ ഒരു സൗഹൃദ ഉടമ്പടി തൽക്കാലം ഒരു ഇത്, അതിന് പ്രത്യേകമായ കലക്ടറിന്റെ അനുമതി ഉണ്ടായിരുന്നതാണ്. ഇങ്ങനെ 1931 ബഹുഭാരിത്വം നടന്നിരുന്നു. എന്നിട്ട് മുസ്ലിങ്ങൾക്കിടയിലാണ് ബഹുഭാരിത്വം കൂടുതൽ. മുസ്ലിങ്ങളാണ് ഇങ്ങനെ നാട് നീളെ പെണ്ണുകെട്ടി നടക്കുന്നത് എന്ന അടിസ്ഥാനരഹിതമായ ആരോപണം. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം സകല മുസ്ലിങ്ങൾ 4 ഭാര്യമാരെ സ്വീകരിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് ആ രംഗത്ത്. വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസ 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വചനത്തിൽ കൃത്യമായി ആ കാര്യം വിശദീകരിക്കുന്നുണ്ട്. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കല്ല. സഹോദരങ്ങൾ, അപ്പോ ഈ രീതിയിലുള്ള ആരോപണങ്ങളെ തിരിച്ചറിയാനുള്ള സന്മനസ് നമുക്കുണ്ടാകണം. മറ്റൊന്ന്, ജനസംഖ്യ വർധനവിന് കടിഞ്ഞാണിടാൻ പലരും നിർദ്ദേശിക്കുന്നത് ഭ്രൂണഹത്യയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും ഈ ഭ്രൂണഹത്യക്ക് വിധേയമാകുന്നത് മഹാഭൂരിപക്ഷവും പെൺകുഞ്ഞുങ്ങളാണ്, പെൺഭ്രൂണങ്ങളാണ്. പക്ഷെ ഫെമിനിസ്റ്റുകൾ ശബ്ദിക്കാൻ മുന്നോട്ട് വരുന്നില്ല. സ്ത്രീകളുടെ അസ്തിത്വത്തിന് വേണ്ടി, സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി, സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിരന്തരമായി പ്രഖ്യാപനങ്ങളുമായി കടന്നു വരുന്ന ആളുകൾ ഇസ്ലാം സ്ത്രീക്ക് സ്ഥാനവും മാനവും നൽകിയിട്ടില്ല, ആരും ഒന്നും നൽകിയിട്ടില്ല. ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് വേണ്ട, സ്ത്രീകൾക്ക് വേണ്ട അവകാശവും സ്വാതന്ത്ര്യവും എന്താണ് ഞങ്ങൾ തന്നെ തീരുമാനിക്കും, ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് നൽകണമെന്ന വാദവുമായി കടന്നു വന്ന ഫെമിനിസ്റ്റുകൾ. അവരുടെ വ്യത്യസ്ത മുഖങ്ങളുണ്ട്. ലിബറൽ ഫെമിനിസം ഉണ്ട്, റാഡിക്കൽ ഫെമിനിസം ഉണ്ട്. ഫെമിനിസത്തിന്റെ ഏറ്റവും വികൃതമായ മുഖമാണ് റാഡിക്കൽ ഫെമിനിസം. അവർ ഇന്ന് സ്ത്രീകളോട് പറയുന്നത്, സ്ത്രീകളെ എന്തിനാണ് നിങ്ങൾക്ക് മാറിയിടം? കുറെ കാലമായി നമ്മൾ നമ്മുടെ മക്കൾക്ക് അമ്മിഞ്ഞ നൽകാൻ തുടങ്ങിയിട്ട് ആ പണി നിർത്താം. നമ്മൾ എന്തിനാണ് പ്രസവിക്കുന്നത്?
കുറെ കാലമായി നമ്മൾ പ്രസവിക്കാൻ തുടങ്ങിയിട്ട് അതിന്റെ വേദന, പ്രയാസം, ദുരിതങ്ങളെല്ലാം നമ്മൾ അനുഭവിക്കണു. വേണ്ട, നമുക്ക് ആ പണി നിർത്താം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ നൈസർഗികമായ സൃഷ്ടിപരമായ അവകാശമായി, അവളുടെ ബാധ്യതയെ, അവളുടെ സവിശേഷതയായി ഇസ്ലാം പഠിപ്പിക്കുന്നത് അവളിലെ ഉമ്മയെ തിരിച്ചറിയുന്നതാണ് ഇസ്ലാമിന്റെ സവിശേഷത. ഗർഭം ധരിക്കാൻ, തന്റെ പിഞ്ചോമനെ വളർത്തി വലുതാക്കാൻ ചുംബനവും ചൂടും നൽകി അവനെ അമ്മിഞ്ഞ നൽകി നല്ലൊരു തലമുറയെ വളർത്തിയെടുക്കുന്ന ഉമ്മാന്റെ മടിത്തട്ടിനെ കുറിച്ച്, ഉമ്മാന്റെ മാതൃഭാവത്തെക്കുറിച്ച്, ഉമ്മാന്റെ സ്നേഹത്തെക്കുറിച്ച്, ഉമ്മാന്റെ മാനസികമായ വൈകാരിക തലങ്ങളെ കുറിച്ച് ഉമ്മയോട് ബാധ്യതയുണ്ട് എന്ന് പഠിപ്പിച്ച ഇസ്ലാം. ഈ അടിസ്ഥാന ആശയത്തിൽ നിൽക്കുന്ന മുസ്ലിം സ്ത്രീകൾക്ക് എങ്ങനെ ഇസ്ലാമിക് ഫെമിനിസത്തിന്റെ ചിന്തകളെ, വികൃതമായ ചിന്തകളെ മുസ്ലിം സഹോദരിമാർക്ക് സ്വന്തം മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ കഴിയും? ഒരിക്കലുമില്ല. വലിച്ചെറിയണം വേരോടെ. അത് വേണ്ട. ഇസ്ലാം നൽകിയിട്ടുണ്ട് സ്ഥാനവും മാനവും അഹിതമായ എല്ലാ അർത്ഥത്തിലുള്ള ആദരവും ബഹുമാനവും. ഇസ്ലാമിനെ പോലെ പെണ്ണിനെ പരിഗണിച്ച, സ്ത്രീയിൽ ഉമ്മയെ തിരിച്ചറിഞ്ഞ, അവളിലെ അപലതകളെ, പോരായ്മകളെ തിരിച്ചറിഞ്ഞ് അവൾക്ക് താങ്ങും തണലും സംരക്ഷണവും നൽകിയ ഒരു മതം, ഒരു ദർശനം ഇസ്ലാം അല്ലാതില്ല. അതുകൊണ്ട് തന്നെ ഈ ആശയത്തെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഇന്ന് ഓരോ ദിവസവും ലോകത്ത് മൊത്തം 1.5 ലക്ഷത്തിനും 2.5 ലക്ഷത്തിനും ഇടയിൽ ഭ്രൂണഹത്യ നടന്നുകൊണ്ടിരിക്കണമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തീർന്നില്ല. 1972 MTP ആക്ട് പ്രകാരം പ്രസവം മൂലം അമ്മയോ കുഞ്ഞോ മരിക്കുമെന്ന് ഉറപ്പാവുകയോ പെൺകുട്ടി ബലാത്സംഗത്തിന് വിധേയമാകുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമേ ഗർഭചിത്രം നടത്താവൂ, അതല്ലാത്ത സമയത്ത് പാടില്ല എന്ന് വിലക്കുന്നു. പക്ഷെ ഇന്ന് എന്തിനു വേണ്ടി ഗർഭചിത്രങ്ങളെല്ലാം നടക്കുന്നു? ഒന്ന്, സൗന്ദര്യം സംരക്ഷിക്കാൻ. സൗന്ദര്യം നഷ്ടപ്പെടുമെന്നുള്ള മിഥ്യാധാരണ. രണ്ടാമത്, ഇപ്പൊ കുട്ടി വേണ്ട, കുറെ കഴിഞ്ഞിട്ട് മതി, 3 കൊല്ലം കഴിഞ്ഞ് 5 കൊല്ലം കഴിഞ്ഞിട്ട് മതി. നാലാമത്തെ വാദം എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ കുട്ടികൾ പെരിയ എവിടെന്നാ തിന്നാൻ കൊടുക്കുക, ഞങ്ങൾക്കാണെങ്കിൽ കുറച്ച് ശമ്പളമല്ലേ ഉള്ളൂ, എങ്ങനെ അവർക്ക് ഭക്ഷണം കൊടുക്കുക, എങ്ങനെ അവരെ പഠിപ്പിക്കുക എന്നുള്ളത്. അതും പെൺകുട്ടിയാണെങ്കിൽ കെട്ടിച്ചുകൂടാനും മറ്റു പ്രയാസങ്ങൾ എന്തെല്ലാം. അതുകൊണ്ട് വേണ്ട. ഇനി എങ്ങനെ അബദ്ധവശാൽ സംഭവിച്ചാൽ നേരെ ഡോക്ടറെ അടുത്ത് പോവുക, എന്നിട്ട് ആ കുഞ്ഞിനെ കഷ്ണം കഷ്ണമായി നുറുക്കി വലിച്ചെറിയുക. അങ്ങനെ എത്ര ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ പടഞ്ഞു മരിക്കണം. ഇന്ത്യയിൽ മാത്രം പ്രതിവർഷം 50 ലക്ഷത്തിലധികം ഭ്രൂണഹത്യ നടക്കുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിൽ 2003 33,733 ഗർഭചിത്രങ്ങൾക്ക് സാക്ഷര കേരളം, ദൈവത്തിന്റെ സ്വന്തം നാട്, സാക്ഷ്യം വഹിച്ചു. തലസ്ഥാന നഗരിയിലെ ഒരൊറ്റ ഹോസ്പിറ്റലിൽ മാത്രം ഒരു വർഷം 1200 ഗർഭചിത്രത്തിന് ആ ഹോസ്പിറ്റൽ സാക്ഷ്യം വഹിച്ചു എന്നാണ്. നോക്കി എങ്ങോട്ട് പോകുന്നു ലോകം. 1952 രാഷ്ട്ര പുനർനിർമ്മാണം എന്ന ലക്ഷ്യത്തോടുകൂടെ ഇന്ത്യയിൽ കുടുംബാസൂത്രണം എന്ന ചിന്ത മുന്നോട്ട് വന്നു. രാജ്യ പുരോഗതിക്ക് ജനസംഖ്യ നിയന്ത്രിക്കണം. അതിനുവേണ്ടി ഗർഭനിരോധന ഗുളികകൾ, വാക്സിനുകൾ എല്ലാം തന്നെ വിതരണം ചെയ്തു, പലപ്പോഴും ഫ്രീ ആയിട്ട്. അത് കഴിച്ച, അത് ഉപയോഗിച്ച ദളിതരായ ആളുകൾ, സാധാരണക്കാരായ ആളുകൾ അതിന്റെ പാർശ്വഫലങ്ങൾ ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. പലപ്പോഴും എല്ലാ അർത്ഥത്തിലും ഇപ്പൊ കുഞ്ഞുങ്ങൾ വേണ്ട എന്ന ഗർഭനിരോധന ഗുളിക ഉപയോഗിച്ച ആളുകൾക്ക് ജീവിതകാലം മുഴുവനും കുഞ്ഞുണ്ടാകാത്ത ഒരു ദുരന്തത്തിന് എത്ര ആളുകൾ സാക്ഷ്യം വഹിച്ചു. സ്ത്രീ പുരുഷ വന്ധ്യംകരണവും ജനന നിയന്ത്രണ കുത്തിവെപ്പുകളുടെ എല്ലാം പാർശ്വഫലം പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇസ്ലാമിന് കൃത്യമായ സമീപനമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മണ്ണിൽ, നമ്മുടെ നാട്ടിൽ കേട്ട മുദ്രാവാക്യം എന്താ? ജനസംഖ്യാ വർധനവുമായി ബന്ധപ്പെട്ട്, ഫാമിലി പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട്, നാം ഇരുവർ നമുക്ക് ഇരുവർ, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ 2 കുട്ടികളും. അത് മാറി ഇപ്പൊ നാം ഒന്ന് നമുക്കൊന്ന്, ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾക്ക് 1 കുട്ടി. ഈ നില തുടരുകയാണെങ്കിൽ ഇനി അടുത്ത മുദ്രാവാക്യം, അടുത്ത വാദം നാം ഒന്ന് നമ്മളൊന്നും വേണ്ട, നമുക്കൊന്നും വേണ്ട എന്നൊരു വാദത്തിലേക്ക് പോകില്ലെന്ന് ആര് കണ്ടു? അങ്ങനെയാണല്ലോ ഇന്നത്തെ ഭൗതികവാദികളും ഹ്യൂമനിസ്റ്റുകളും ഇന്നിന്റെ ലോകത്തെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, രാജസ്ഥാനിലും മധ്യപ്രദേശിലും 2 കുട്ടിയിലധികമുള്ള ആളുകൾക്ക് പഞ്ചായത്ത് ഇലക്ഷനിൽ പങ്കെടുക്കാനുള്ള അർഹതല്ല, നിഷേധിക്കപ്പെടുന്നു. മാത്രമല്ല, മഹാരാഷ്ട്രയിൽ 2 കുട്ടികളിലധികമുള്ള ആളുകൾക്ക് റേഷൻ പോലും പലതവണ തടയപ്പെട്ടിട്ടുണ്ട്. ഗവൺമെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജോലിയടക്കം അവർക്ക് തടയപ്പെട്ടിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. തമിഴ്നാട്ടിൽ ഈ അടുത്ത കാലത്ത് വരെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല, 2 കുട്ടികൾ പ്രസവിച്ചാൽ, ഒരു സ്ത്രീ 2 കുട്ടികളെ പ്രസവിച്ചു, 2 പെൺകുട്ടികളാണ്, അതോടുകൂടെ പ്രസവം നിർത്തിയ 10,000 രൂപ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പുറത്തു പോണതിൻ്റെ ഉള്ളിൽ സമ്മാനമായിട്ട് കൈ കിട്ടും. എങ്ങോട്ട് പോകുന്നു ഇന്നത്തെ ലോകം? ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്നു എന്ന്. എന്നാൽ ഇസ്ലാം പറയുന്നു ഈ രംഗത്ത്, യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബഥ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. നിങ്ങളെ ഒരു ആത്മാവിലും സൃഷ്ടിക്കുകയും ആ ആത്മാവിൽ നിന്ന് അതിന്റെ ഇണയെ സൃഷ്ടിക്കുകയും അവ 2ൽ നിന്നുമായി നിരവധി സ്ത്രീകളെ പുരുഷന്മാരെ വ്യാപിപ്പിക്കുകയും ചെയ്ത സട്ടാവായുടെ തമ്പുരാനെ നിങ്ങൾ സൂക്ഷിക്കണം. ഏതൊരു നാഥനെ കുറിച്ചാണോ നിങ്ങൾ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അവനെ നിങ്ങൾ സൂക്ഷിക്കണം. അതോടൊപ്പം തന്നെ കുടുംബ ബന്ധം നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളെക്കുറിച്ച് കൃത്യമായി നിരീക്ഷിക്കുന്നവനാണ് ഉടയ തമ്പുരാൻ എന്ന് ഖുർആൻ സൂറത്ത് നിസാഇന്റെ തുടക്കത്തിൽ പറയുന്നു.
മനുഷ്യ സമൂഹത്തിന്റെ തുടക്കത്തെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചും വികാസത്തെക്കുറിച്ചും ഒരു അനുഗ്രഹമായി പടച്ച തമ്പുരാൻ അതിന് നോക്കിക്കാണുന്നു. മാത്രമല്ല ഖുർആനിലെ 30-ാം അധ്യായം സൂറത്ത് റൂമിലെ 21-ാമത്തെ വചനം, അതുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആനിലെ 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിലെ 13-ാമത്തെ വചനം, ഈ വചനങ്ങളിലൂടെ എല്ലാം തന്നെ കണ്ണോടിക്കുമ്പോൾ മാനവരാശിയുടെ വളർച്ചയെക്കുറിച്ച് വികാസത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാട് ഇസ്ലാമിനുണ്ട്. മാത്രമല്ല റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, നിങ്ങൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രസവിക്കുന്ന, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവളെ കഴിക്കണം. അൽ വലൂദുൽ വദൂദ്, കൂടുതൽ സ്നേഹിക്കുന്ന, കൂടുതൽ പ്രസവിക്കുന്നവളെ. ഇത് പ്രവാചകന്റെ നിർദ്ദേശമായി നമ്മൾ വായിക്കുന്നു പ്രവാചകന്റെ ഹദീസിൽ. മാത്രമല്ല മുസ്ലിം സമൂഹത്തിന്റെ അംഗസംഖ്യ വർദ്ധിക്കുക എന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമാനകരമായി കാണുകയും ആ അഭിമാനബോധം സമൂഹത്തിലെ ഓരോരുത്തർക്കും ഉണ്ടാകണമെന്ന് ആ പ്രവാചകൻ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്തു. എണ്ണം മാത്രം പോരാ, ഗുണവും കാമ്പും കഴിവുമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ പ്രവാചകൻ പഠിപ്പിച്ചു. അതുകൊണ്ടാണല്ലോ ഇളം മനസ്സിൽ തന്നെ ദീനിനെ കുറിച്ചുള്ള കൃത്യമായ ബോധവും റബ്ബിനെ കുറിച്ചുള്ള ബോധവും മതബോധവും സന്നിവേശിപ്പിച്ചുകൊണ്ട് ഘട്ടം ഘട്ടമായി അവന്റെ വളർച്ചയെ, അവന്റെ സ്വഭാവത്തെ, അവന്റെ ആചാരാനുഷ്ഠാന കർമ്മങ്ങളെ ശ്രദ്ധിക്കണം എന്ന് പരിവർത്തിപ്പിച്ചു ഇസ്ലാമിക ലോകം, അല്ലെങ്കിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഇന്ന് പ്രസവം നിർത്തിവെക്കാനുള്ള വെമ്പൻ ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം അവർ പറ്റ രോഗിയാണ്. അവരുടെ ആരോഗ്യം അനുവദിക്കണില്ല. അവർ ഗർഭം ധരിക്കുന്നുവെങ്കിൽ, പ്രസവിക്കുന്നുവെങ്കിൽ അവരുടെ മരണത്തിന് അല്ലെങ്കിൽ കുട്ടിന്റെ മരണത്തിന് അത് കാരണമായി തീരുമെന്ന് പ്രമുഖ ഭിഷഗ്വരന്മാർ വിധി എഴുതുന്നുവെങ്കിൽ ഇസ്ലാം ആ രംഗത്ത് പ്രസവിച്ചേ അടങ്ങൂ എന്ന് ദുർവാശി പിടിക്കണില്ല. അതേസമയം ആരോഗ്യമുണ്ടായിട്ട്, സാഹചര്യമുണ്ടായിട്ട്, ചുറ്റുപാടുകൾ ഉണ്ടായിട്ട് കേവലം അശുഭചിന്തകളും ആശങ്കകളും കൊണ്ട് ഞാൻ പ്രസവിച്ചാൽ എൻ്റെ സൗന്ദര്യത്തിന് ക്ഷത സംഭവിക്കുമോ, ഇവർക്ക് സംരക്ഷിക്കാൻ കഴിയുമോ, ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുമോ, ഇവർ നന്നായി പഠിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള വികല ചിന്തകൾ കൊണ്ട് മനഃപൂർവ്വം ഇന്നത്തെ മോഡേൺ ചിന്താഗതികളുടെ പിന്നാലെ പോയി പടച്ചതമ്പുരാൻ തന്ന അവസരത്തെ തള്ളി മാറ്റി ചവിട്ടി മാറ്റുന്ന ആളുകൾ ഒരു നിമിഷം ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ച് ചിന്തിക്കാനുള്ള സന്മനസ്സുണ്ടാവണം. ഇന്ന് വേണ്ട കുട്ടി, വിവാഹം കഴിഞ്ഞുകൊണ്ട് 5 കൊല്ലം കഴിഞ്ഞിട്ട് മക്കൾ മതി, അങ്ങനെ തീരുമാനിച്ച ആളുകൾക്ക് പലപ്പോഴും 10 കൊല്ലം കഴിഞ്ഞിട്ട് മക്കൾ ഉണ്ടാവണില്ല. ചില ആളുകൾ പടച്ച റബ്ബേ കുഞ്ഞിനെ തരണമേ, നാദ റബ്ബി ഹബിലി മില്ലദുൻക റഹ്മ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ആളുകൾ, നിന്റെ അടുക്കൽ നല്ല കാരുണ്യം ഉണ്ടാകണേ, സ്വാലിഹായ സന്തതിയെ തരണമേ, ആ വജ്അൽ ലഹു മർളിയ, ആ സന്തതിയെ നീ തൃപ്തിപ്പെടണമേ, നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച മുൻഗാമികൾ നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഇന്ന് പടച്ചവനെ ഇപ്പോഴൊന്നും കുട്ടികളെ തരരുത്, കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് പറയുന്ന, അങ്ങനെ പ്രാർത്ഥിക്കുന്ന കുറെ ആളുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ പല ഒരു അവസ്ഥയിലും സാഹചര്യത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ ജനസംഖ്യാ വർധനവ് ജീവിത സൗകര്യം കുറയ്ക്കുമെന്നൊരു ധാരണ മൊത്തത്തിൽ നമുക്കിടയിലുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, 1950 മുതൽ 1990 വരെയുള്ള കാലഘട്ടങ്ങളിൽ മൊത്തം ലോകത്ത് നടന്ന ഭക്ഷ്യോൽപാദനത്തിന്റെ അളവ് 62.4 കോടി ടണ്ണായിരുന്നു. എന്നാൽ ഇന്ന് അത് എത്തി നിൽക്കുന്നത് 200 കോടിയും കവിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഭക്ഷ്യോൽപാദനത്തിന്റെ മൊത്തം അളവ്. 1950 കാലഘട്ടത്തിലുള്ള ഭക്ഷ്യോൽപാദനമല്ല ഈ കാലഘട്ടത്തിലുള്ളത്. എങ്ങനെ വളർന്നു? എങ്ങനെ ഈ രീതിയിൽ ശക്തമായ വമ്പിച്ച വളർച്ചയുണ്ടായി? ജനസംഖ്യാ വർധനവിനനുസരിച്ച് ആളുകൾ അധ്വാനിക്കാനും കഠിനാധ്വാനം ചെയ്യാനും ഉൽപാദനങ്ങൾ ഉണ്ടാക്കാനും കൃഷി ചെയ്യാനും അതുമായ സൗകര്യങ്ങളിലേക്ക് മുന്നോട്ട് വന്നു. ഏത് വിഷയമാകട്ടെ, ചികിത്സാ രംഗമാകട്ടെ, ഗതാഗത രംഗമാകട്ടെ, വാർത്താവിനിമയ രംഗമാകട്ടെ, വിദ്യാഭ്യാസ രംഗമാകട്ടെ, സമ്പത്തിന്റെ രംഗമാകട്ടെ, വ്യക്തി വരുമാനങ്ങളാകട്ടെ, ആ രീതിയിൽ വളർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ തിരിച്ചറിയാനുള്ള സന്മനസ്സ സഹോദരങ്ങൾ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഇനിയോ ജനങ്ങൾ വളർന്നാൽ ദാരിദ്ര്യം ഉണ്ടാവും, സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവും, തൊഴിലില്ലായ്മ ഉണ്ടാവും എന്നൊക്കെ പറയുന്ന ആളുകൾ, 50 വർഷം മുമ്പുള്ള നമ്മുടെ മുൻഗാമികളുടെ അവസ്ഥ നമ്മുടെ കാരണവന്മാർക്ക് ചോദിച്ചാൽ പട്ടിണിയുടെ നാളുകൾ അവർക്കുണ്ടായിരുന്നു, പ്രയാസത്തിന്റെ നാളുകൾ അവർക്കുണ്ടായിരുന്നു, മാന്യമായി വസ്ത്രമില്ലാത്ത അവസ്ഥകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് എത്രയോ പട്ടിണി മരണങ്ങൾ കുറഞ്ഞു, ഇല്ല എന്ന് പറയണില്ല. സുഡാനിലെ, എത്തോപ്യയിലെ, അതുമായി ബന്ധപ്പെട്ട ആഫ്രിക്കൻ വനാന്തരങ്ങളിലെ, എന്തിനേറെ നമ്മൾ പലപ്പോഴും അറിയാത്ത പല വീടുകളിലും പട്ടിണി മരണങ്ങൾ ഇന്നുണ്ട്. പക്ഷെ പണ്ടത്തേക്കാൾ ഏറെ ഇന്ന് കുറഞ്ഞു. എന്തുകൊണ്ട് ഇന്നും പട്ടിണി മരണങ്ങൾ പെരുകാനുള്ള കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ജനസംഖ്യാ വർധനവ് കൊണ്ടല്ല, മറിച്ച് പടച്ച റബ്ബ് കൊടുക്കണമെന്ന ഭാഗത്ത് കൊടുക്കാതെ ഈ പ്രകൃതി വിഭവങ്ങളിൽ ശക്തമായ കൈകടത്തലുകളിന്റെ വളരെ ആസൂത്രിതമായ വികൃതമായ ഈ പരിധി വിട്ട പ്രവർത്തനങ്ങളാണ് പലപ്പോഴും ഈ പട്ടിണി മരണങ്ങൾക്കെല്ലാം മൂലകാരണമായി തീർന്നിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എത്രത്തോളം എന്നാൽ ഡോക്ടർ സൂസൻ ജോർജ് പറയുന്നത്, ആ രംഗത്ത് ആഴത്തിൽ പഠനം നടത്തിയ വ്യക്തി പറയുന്നത്, ദാരിദ്ര്യത്തിന്റെ പ്രധാന കാരണം ലോകത്തെ ധനിക വർഗം ഭക്ഷണം ശേഖരിച്ചു വെച്ചതാണ്. പാശ്ചാത്യ ഭരണവർഗത്തിന്റെ വികലവും സ്വാർത്ഥവുമായ ഭക്ഷ്യനയങ്ങളാണ് ദാരിദ്ര്യത്തിനും പട്ടിണി മരണത്തിനും കാരണമായി തീർന്നിട്ടുള്ളത്. അതില്ലാതാക്കാൻ ജനസംഖ്യ നിയന്ത്രിക്കുക വഴി കഴിയില്ല, മറിച്ച് ഈ രംഗത്ത് കൃത്യമായ നടപടിക്രമങ്ങൾ ഉണ്ടാകണം. അല്ലാതെ പറക്കാനിരിക്കുന്ന മനുഷ്യനൊക്കെ കൊന്നിട്ടൊന്നും അത് നികത്താൻ കഴിയില്ല എന്നാണ്. മാത്രമല്ല, ലോക ജനസംഖ്യയുടെ 20% താഴെയുള്ള ആളുകളാണ്, സമ്പന്ന വിഭാഗമാണ് ലോകത്തിന്റെ മൊത്തം സമ്പദ് വ്യവസ്ഥയുടെ 80%-ലധികം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥിതിയും ഇന്നുണ്ട് എന്നത് നിഷേധിക്കാൻ പറ്റാത്തൊരു സത്യമാണ്. 2500 കോടി ജനങ്ങൾക്കുള്ള വിഭവങ്ങൾ
ഇന്ന് അനുഭവിക്കുന്നത് ചില സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളിൽ കേവലം 25 കോടി മനുഷ്യരാണ്. 25 കോടി മനുഷ്യർ 2500 കോടി ജനങ്ങൾക്കുള്ള വിഭവങ്ങൾ അനുഭവിച്ച് തീർത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെ പട്ടിണി മരണങ്ങൾ പെരുകാതിരിക്കും? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കടലിൽ ടൺ കണക്കിന് അരിയും ഗോതമ്പും ബാർലിയാണ് ഈ അടുത്ത കാലത്ത് ചില രാഷ്ട്രങ്ങൾ കൊണ്ട് തള്ളിയത്. പൂഴ്ത്തി വെച്ച് പലതിൻ്റെയും വില കൂട്ടാനുള്ള ശ്രമങ്ങൾ. അങ്ങനെ പൂഴ്ത്തിവെച്ച് സകല പുഴുവരിച്ച് നാറിയിട്ട് ഒരു ഗോഡൌണിൽ വെക്കാൻ പറ്റാത്ത, അത് ശ്വസിച്ചാൽ തന്നെ മനുഷ്യന്റെ ശ്വാസകോശത്തിന് തന്നെ പല അസുഖങ്ങളും ബാധിക്കുന്ന ഒരവസ്ഥയിൽ കടലിൽ ടൺ കണക്കിന് കൊണ്ട് തള്ളി അത് തിന്ന മത്സ്യങ്ങൾക്ക് വരെ രോഗങ്ങൾ ഉണ്ടായി എന്നും അവ ചത്തുപൊങ്ങിയെന്നും പത്രങ്ങളിൽ നമ്മൾ വായിച്ചു അല്ലേ? സാധുക്കളായ പട്ടിണിക്കോലങ്ങളായ എല്ലും തോലുമായ എത്രയോ സഹോദരങ്ങൾക്ക് ദിവസവും 1 കിലോ 1/2 കിലോ വെച്ച് ഒരു 100 ഗ്രാം അരി വെച്ച് ഗോതമ്പ് വെച്ച് കൊടുത്തിരുന്നുവെങ്കിൽ ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി? അതെ, ഇസ്ലാം പറഞ്ഞു കൊടുക്കാൻ, അതിക്രമം പാടില്ല എന്ന്, പരിധികൾ വിടരുത് എന്ന്. എന്നാൽ റബ്ബിന്റെ നിർദ്ദേശങ്ങളെ ചവിട്ടി മതിച്ച് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പടച്ച റബ്ബ് കനിഞ്ഞു തന്ന വിഭവങ്ങൾക്കെതിരെ കൈകടത്തൽ നടത്തുന്ന ആളുകളാണ് പലപ്പോഴും ഈ പ്രശ്നങ്ങൾക്കെല്ലാം തിരികൊളുത്തിയിട്ടുള്ളത്. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹ് പറഞ്ഞു വകുലു വശ്റബു, നിങ്ങൾ കുടിക്കുക, തിന്നുക, പക്ഷേ വലാ തുസ്രിഫു, പരിധി വിടരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ധൂർത്തന്മാരെ, ദുർവ്യയം ചെയ്യുന്ന ആളുകളെ പടച്ച റബ്ബിന് ഇഷ്ടമല്ല എന്ന് ഖുർആൻ 7-ാം അധ്യായം സൂറത്ത് അറാഫിന്റെ 31-ാമത്തെ വചനത്തിലൂടെ ഇക്കാര്യം നമ്മൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജനസംഖ്യ വിസ്ഫോടനമല്ല ഭക്ഷ്യക്ഷാമത്തിനുള്ള മൂല കാരണം, മറിച്ച് സമ്പത്തിന്റെ രംഗത്തെ അപക്വമായ നടപടിക്രമങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. അതിനുവേണ്ടിയല്ലാതെ എത്ര സാധുക്കളെ കൊന്നു. അല്ലാഹ് പറഞ്ഞു വലാ തഖ്തുലു ഔലാദകും ഖശ്യത ഇംലാക്, അല്ലേ? ദാരിദ്ര്യം ഭയന്നുകൊണ്ട്. കുട്ടികൾ പറഞ്ഞാൽ എനിക്ക് 4 കുട്ടികളുണ്ട്, അവർക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കാം, അവർക്ക് ആരാ ഭക്ഷണം കൊടുക്കുക എന്ന ബേജാറ് വേണ്ട. അല്ലാഹ് പറയണത് വലാ തഖ്തുലു ഔലാദകും ഖശ്യത ഇംലാകിൻ, നിങ്ങൾ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊന്നുകളയരുത്. അള്ളാഹുവിന്റെ കർക്കശമായ നിർദ്ദേശം. എന്നിട്ട് റബ്ബ് പറയുന്നു നഹ്നു നർസുഖുഹും വഇയ്യാകും, അവർക്ക് ഭക്ഷണം നൽകുന്നവനും നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവൻ ഞാനാണ് നിങ്ങൾക്ക് ഇത്രയും കാലം ഭക്ഷണം തന്നവൻ. നിങ്ങളുടെ മക്കൾക്ക് ഞാൻ തന്നെയാണ് നൽകുക. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ, നിങ്ങളുടെ ആ കൊലപാതകമുണ്ടല്ലോ അത് ഭയങ്കരമാണ്, ഭീമമായ അപരാധമാണ് നിങ്ങൾ അത് ചെയ്തിട്ടുള്ളത് എന്ന്. പിഞ്ചോമനയെ കൊല്ലാൻ അത്രമാത്രം കടുത്ത ഹൃദയങ്ങളാണോ നിങ്ങൾക്കുള്ളത്? വിശുദ്ധ ഖുർആൻ 17-ാം അധ്യായം ഇസ്രായേൽ 31-ാമത്തെ വചനത്തിൽ ചോദിക്കുന്നു. മാത്രമല്ല ഖുർആൻ പിന്നെയും ചോദിക്കുന്നു 6-ാം അധ്യായം അൻആമിന്റെ 151-ാമത്തെ വചനത്തിലൂടെ വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാകിൻ, ഇതേപോലെ തന്നെ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കൾ അറുകൊല ചെയ്യരുത്. നഹ്നു നർസുഖുകും വഇയ്യാഹും, നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നവൻ നാമാണ്. വലാ തഖറബുൽ ഫവാഹിശ മാ ലഹറ മിൻഹ വമാ ബതൻ, പ്രത്യക്ഷവും പരോക്ഷവുമായ മ്ലേച്ഛവൃത്തിയിലേക്ക് നിങ്ങൾ അടുക്കരുത്. വലാ തഖ്തുലു നഫ്സ അല്ലതി ഇല്ലാ ബിൽ ഹഖ്, പടച്ച റബ്ബിനെ പരിപാവനമായി ആദരിച്ച ജീവനെ ഒരു കാരണവുമില്ലാതെ അന്യായമായി നിങ്ങൾ കൊന്നുകളയരുത്. അല്ലാഹു പറയാൻ. ഈ റബ്ബ് പറയുന്നു ദാലിക വസ്സാകും ബിഹി ലഅല്ലകും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഇത് നിങ്ങളുടെ റബ്ബിന്റെ ഉപദേശമാണ്, അള്ളാഹുവിന്റെ വസിയത്താണ്. ഇതിനെ നിഷേധിച്ചാൽ, ഇതിനെ തള്ളിയാൽ നാളെ പടച്ച റബ്ബ് വെറുതെ വിടില്ല എന്ന കർക്കശമായ നിർദ്ദേശം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങളിൽ നിന്ന്, ഗർഭനിരോധനവുമായി ബന്ധപ്പെട്ട് ഈ പിഞ്ചോമന മക്കൾ അറുകൊല ചെയ്യുന്ന ഈ കാട്ടറബികളുടെ സ്വഭാവം, അവർ പിറക്കാനുള്ള അവസരം കൊടുത്തിരുന്നു. പിറന്നതിന് ശേഷം അവർ ജീവനോടെ കുഴിച്ചുമുടിയുള്ളൂ. എന്നാൽ ഇന്ന് പിറക്കുന്നതിന് മുമ്പ് തന്നെ ഗർഭാശയത്തിൽ വെച്ച് കൊല്ലുന്ന മാത്രം കടുത്ത മനസ്സിനുടമകൾ ഈ നൂറ്റാണ്ടിലേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് ജനസംഖ്യ വർധനവല്ല, മറിച്ച് ജനസംഖ്യ ഇടിവുണ്ടായാലാണ് ഉൽപാദനക്ഷമത തകരുക. ഇതാണ് പുതിയ പഠനങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. നമ്മളറിയാലോ, അറിയപ്പെട്ട വികസിത രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ് ഇറ്റലി. ഇറ്റലിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ജനന നിരക്ക് ഏറ്റവും കുറവുള്ള രാഷ്ട്രങ്ങളിൽ ഒരു രാഷ്ട്രമാണ് ഇറ്റലി. എത്രത്തോളം എന്നാൽ 2050 ആവുമ്പോഴേക്കും ജനസംഖ്യ 59 ദശലക്ഷത്തിൽ നിന്ന് 41 ദശലക്ഷമായി അവിടെ കുറയും. ഈ പോക്ക് പോയാൽ, കാരണം ആരും അവിടെ പ്രസവിക്കണില്ല, പ്രസവം കുറഞ്ഞു, ഗർഭചിത്രം കൂടി. ഈ നില തുടരുകയാണെങ്കിൽ 2050 59 ദശലക്ഷത്തിൽ 41 കുറയും. ഇറ്റലിയിൽ ഇന്ന് നടക്കുന്ന പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കാൻ, ഓഫീസ് ജോലികളാകട്ടെ, കമ്പനി വർക്കാകട്ടെ, എന്തു ജോലികളാകട്ടെ, ഇന്ന് നടക്കുന്നത് പോലെ അത് കൃത്യമായി നടക്കണമെങ്കിൽ 25 വർഷത്തിനകം 9 ദശലക്ഷം കുടിയേറ്റക്കാർ ഇറ്റലിക്ക് കയറി പോകണം, എന്നാലേ അവിടെ നടക്കൂ. ഇല്ലെങ്കിൽ ഇറ്റലി പാടെ തകരും. ഇതാണ് UN പ്രമേയം ഈ അടുത്ത കാലത്ത് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത്, നിങ്ങൾ കൂടുതൽ പ്രസവിക്കുന്ന അമ്മമാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ, ഹോസ്പിറ്റലിൽ പൈസ കൊടുക്കണ്ട, പ്രത്യേക കാറ്, സൗകര്യങ്ങൾ, ആ കുട്ടിയുടെ വിദ്യാഭ്യാസ ചെലവ് എല്ലാം വഹിക്കാൻ തയ്യാറായി. ഇന്ന് പല പാശ്ചാത്യ രാജ്യങ്ങളും അതാണ് പറയണത്, ഒന്നിലധികം നിങ്ങൾ പ്രസവിക്കുക, അതിനുള്ള എല്ലാ ചെലവും ഗവൺമെന്റ് വഹിച്ചോളാം, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഗവൺമെന്റ് ചെയ്തോളാം. എത്രത്തോളം എന്നാൽ അവനൊരു ജോലി വരെ കൊടുക്കുക, അത്രയധികം സൗകര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം.
ദാരിദ്ര്യത്തിന് കാരണം സമ്പത്തിന്റെ കേന്ദ്രീകരണവുമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെ ഒരു സമ്പത്ത് ഒരു ഭാഗത്ത് കെട്ടിപ്പൂട്ടി വെക്കാൻ ഇസ്ലാം അനുവദിക്കണില്ല. അള്ളാഹ് പറഞ്ഞത് അത് ഒഴുകണം. ധനികർക്കിടയിൽ മാത്രം കൂട്ടിവെക്കുന്നതിനെ വിശുദ്ധ ഖുർആൻ ചോദ്യം ചെയ്തു. അള്ളാഹ് പറഞ്ഞു, കൈല യകൂന ദൂലതം ബൈനൽ അഗ്നിയാഇ മിൻകും, നിങ്ങളുടെ ധനികർക്കിടയിൽ മാത്രം ആ പണം ഒഴുകി നടക്കുന്ന ഒരു അവസ്ഥ പാടില്ല. അത് എല്ലാവരിലേക്ക് കറങ്ങിക്കരണം വരണം. ഒരു ചാക്രിക വ്യവസ്ഥ സമ്പത്തിന്റെ രംഗത്ത് ഉണ്ടാകണമെന്ന് ഖുർആൻ 59-ാം അധ്യായം ഹശ്റിന്റെ 7-ാമത്തെ വചനത്തിൽ പറഞ്ഞു. ഇത് ചെയ്യാതെ കെട്ടിപ്പൂട്ടി വെച്ച സ്വർണമാകട്ടെ വെള്ളിയാകട്ടെ അതെല്ലാം നിക്ഷേപങ്ങളായി സക്കാത്ത് കൊടുക്കാതെ സ്വതക്ക കൊടുക്കാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ട് ചെലവഴിക്കാതെ ശേഖരിച്ചു വെക്കുന്നുവെങ്കിൽ അള്ളാഹ് പറഞ്ഞു, വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. സ്വർണമാകട്ടെ വെള്ളിയാകട്ടെ റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ ശേഖരിച്ചു വെക്കുന്ന ആളുകളുണ്ടോ, അവർക്ക് പടച്ച റബ്ബ് നാളെ വേദനാജനകമായ ശിക്ഷ നൽകും. അതിനെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത നബിയെ നീ അറിയിച്ചോ? അവർക്ക് എന്തായാലും നരകണ്ട്, അതും വേദനക്കുന്ന ശിക്ഷ എന്ന് ഖുർആൻ 9-ാം അധ്യായം തൗബയിലെ 34-ാമത്തെ വചനത്തിൽ പറഞ്ഞു. മാത്രമല്ല, പലപ്പോഴും സമ്പത്ത് എണ്ണിത്തോക്കി ഇതെല്ലാം തനിക്ക് ശാശ്വതമായ ഒരു അവസ്ഥ പ്രദാനം ചെയ്യുമെന്ന വിദ്യാധാരയിലെ പലരും. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, കുത്തി പറയുന്ന അവഹേളിക്കുന്ന ആളുകൾക്ക് നാശമല്ലദീ ജമഅ മാലൻ വഅദ്ദദ, സമ്പത്ത് എണ്ണിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ. യഹ്സബു അന്ന മാലഹു അഖ്ലദ, ഈ സമ്പത്ത് ഈ സൗകര്യം അവന് നിത്യത നൽകുമെന്ന വിദ്യാധാരണയിലാണ് അവനുള്ളത്. അരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. മറിച്ച് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പറഞ്ഞു. എപ്പോ? വഅൻഫിഖു മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതി അഹദകുമുൽ മൗത്ത്, മരണം നിങ്ങളെ പിടികൂടുന്നതിന് മുമ്പ് റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള സന്മനസ്സുണ്ടാകണം. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ സമ്പന്നം ചെലവഴിക്കും. അത് സാധുക്കൾക്ക് ആശ്വാസവും സമാധാനവും, അതിനു പുറമെ സ്വതക്ക വരും. മാത്രമല്ല, പൊതുസ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് മതസ്ഥാപനങ്ങളായി സമൂഹത്തിന് ഉപകാരപ്പെടുന്ന വഖഫുകൾ ഉണ്ടാവും. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും മുതലാളി തൊഴിലാളി വർഗങ്ങളായി വേർതിരിയാതെ മാനസികമായി ഇണക്കുണ്ടാവും. തൊഴിലാളി വർഗത്തിന്റെ സർവനാശത്തിന് വേണ്ടിയാണ് മുതലാളി വർഗം ഇന്നും നിലകൊള്ളുന്നത്. മുതലാളി വർഗത്തിന്റെ സർവനാശത്തിന് വേണ്ടി തൊഴിലാളി വർഗവും, തൊഴിലാളി വർഗത്തിന്റെ സർവനാശത്തിന് വേണ്ടി മുതലാളി വർഗവും ഇവരൊരിക്കലും മാനസികമായി ഇണങ്ങിച്ചേരില്ല. അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ അറുകൊല ചെയ്യപ്പെട്ടു എന്നതല്ലാതെ ഇത്തരത്തിൽ തൊഴിലാളി വിപ്ലവങ്ങളിലൂടെ എന്ത് നേടി? റഷ്യയിലെ കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കി എന്നതല്ലാതെ. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇതൊന്നും മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന മാനവികമായ പ്രായോഗികമായ നിർദ്ദേശങ്ങളല്ല. അതുകൊണ്ടാണ് ഒരു നൂറ്റാണ്ടിനെ പോലും അതിജയിക്കാൻ കഴിയാത്ത കേവലം ചില ബുദ്ധിജീവികളുടെ യുക്തിചിന്തയിൽ നിന്ന് വന്ന ഇത്തരം തത്വചിന്തകളും ആശയങ്ങളും ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിൽ ഇന്ന് മരിച്ചു വീണത്, അവഗണിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഇസ്ലാമിന് ആ രംഗത്തിൽ കൃത്യമായ നിർദ്ദേശമുണ്ട്. പ്രമുഖ സാമ്പത്തിക ചിന്തകനായ അമർത്യ സെൻ പറയുകയാണ്, 1943 ബംഗാളിലും 1972 എത്തോപ്യയിലും 1969 സഹാറയിലും 1974 ബംഗ്ലാദേശിലും ഉണ്ടായ വരൾച്ചക്കും പട്ടിണിക്കും മുഖ്യ കാരണം സമ്പത്ത് വിതരണത്തിലെ അപാകതകളാണെന്നാണ്. ഇവിടെ കൃത്യമായി ഇസ്ലാമികമായ നടപടിക്രമം സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രങ്ങൾക്ക് അത് വരില്ലായിരുന്നു. പക്ഷേ ഇസ്ലാമിന്റെ നിയമങ്ങൾ നിർദ്ദേശങ്ങൾ ഒരു ഭാഗത്ത് മാറ്റിവെച്ച് അതിന് തീർത്തും വിരുദ്ധമായ രീതിയിൽ മുസ്ലിങ്ങൾ അവരുടെ സാമ്പത്തിക ചിട്ടങ്ങളെ ക്രമീകരിക്കുമ്പോൾ സ്വാഭാവികമായി ഈ പറയുന്ന പ്രതിസന്ധി ഘട്ടങ്ങളും പ്രയാസഘട്ടങ്ങളും ഉണ്ടാകും. മാത്രമല്ല, അധ്വാനിക്കാനും അധ്വാനിച്ച് സമ്പാദിച്ചുകൊണ്ടുള്ള പണം കൊണ്ട് ജീവിതം നടത്തുവാനുമാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം. ഇനി മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ജനങ്ങൾ പെരുതിയാൽ ഇവിടെ ശുദ്ധജല ക്ഷാമം ഉണ്ടാവും, വെള്ളം കുടിക്കാൻ കിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മലിനജലം ശുദ്ധീകരിക്കാനുള്ള സൗകര്യങ്ങൾ ഇന്നുണ്ട്. കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടുതൽ ഉൽപാദനങ്ങൾ നടത്താനുള്ള സൗകര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് കടൽ വെള്ളം ശുദ്ധീകരിച്ച് ഉപയോഗിക്കാനുള്ള എത്രയെത്ര അവസരങ്ങൾ. ജനങ്ങൾ പെരുകുന്നതിനനുസരിച്ച് അവർക്ക് കാലത്തിനനുസരിച്ച് വളരാനും വികസിക്കുവാനുള്ള മസ്തിഷ്ക റബ്ബ് കൊടുത്തിട്ടുണ്ട്. ആരോഗ്യവും അതേപോലെ തന്നെ പണിയെടുക്കുവാനുള്ള കയ്യും പടച്ചറബ് നൽകിയിട്ടുണ്ട്. അല്ലാതെ വായും ആമാശയും മാത്രമല്ല. അതുകൊണ്ട് തന്നെ തരിശു ഭൂമികളെ കൃത്യമായി ഉപയോഗിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയും, അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിന് കഴിയും. ആ രീതിയിൽ മാറ്റം ഉണ്ടാക്കാൻ ജനങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ, അവൻ മനസ്സിൽ ഈമാൻ ഉണ്ടെങ്കിൽ, അവനൊരു മരം നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ അത് വളരുന്നുവെങ്കിൽ, അതിന്റെ തണൽ മറ്റൊരാൾ അനുഭവിക്കുന്നുവെങ്കിൽ, അതിന്റെ ചില്ലകളിൽ ഒരു പക്ഷി കൂടുകൂട്ടുന്നുവെങ്കിൽ, അതിലുള്ളൊരു മാങ്ങ അല്ലെങ്കിൽ ഈത്തപ്പഴം ഒരു കാക്കയോ അല്ലെങ്കിൽ ഒരു കള്ളനോ ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോവേ, കൊത്തിപ്പറിച്ചു കൊണ്ടുപോവേ, അല്ലെങ്കിൽ അനുവദനീയമായി കിട്ടുകയാണെങ്കിൽ പോലും എല്ലാം അതിലൊരു ഉണങ്ങിയ ഒരു വിറകിന്റെ കഷ്ണം ഒരാൾ പോയി കൊണ്ട് കത്തിക്കുകയാണെങ്കിൽ അടക്കം ആ വൃക്ഷം നട്ടവന് പുണ്യമുണ്ട്. അത് അവന്റെ ഖബറിലും അവന്റെ ജാരിയായ സ്വതക്കയിൽ എണ്ണപ്പെടുമെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ വളരെ ഗൗരവമായി ഈ കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള സന്മനസ്സ് സഹോദരങ്ങളെ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. മാത്രമല്ല, ഇത് യഥാർത്ഥത്തിൽ ഈ ജനസംഖ്യാ വർധനവ് അല്ലെങ്കിൽ ജനസംഖ്യ വിസ്ഫോടനം എന്നുള്ളത് വികസിത രാഷ്ട്രങ്ങളുടെ അല്ലെങ്കിൽ സാമ്രാജ്യത്വ ശക്തികളുടെ മസ്തിഷ്കത്തിലും ജന്മം കൊണ്ട വളരെ ആസൂത്രിതമായ തന്ത്രമാണ്. വളരെ ആസൂത്രിതമായ തന്ത്രമാണ്, നിഷേധിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ജനസംഖ്യ വളർച്ചയെ ഒരു ജനസംഖ്യ പ്രശ്നമായി ഉയർത്തി കാണിച്ചത് വികസിത രാജ്യങ്ങളാണ്.
നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, ഫസ്റ്റ് വേൾഡ് വാറുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ ലോകത്ത് കൂടുതൽ ജനങ്ങൾ ഉണ്ടായിരുന്നത് വികസിത രാജ്യങ്ങളായിരുന്നു. എന്നാൽ അത് സെക്കൻഡ് വേൾഡ് വാറോടുകൂടെ അനുബന്ധിച്ച് വികസിത രാജ്യങ്ങളിലെ ജനസംഖ്യ കുറഞ്ഞ് വികസ്വര രാഷ്ട്രങ്ങളിലേക്ക് ഈ ജനസംഖ്യ പെരുകി. സ്വാഭാവികമായും ഒരു രാജ്യത്തിന്റെ ജീവൻ, ഒരു രാജ്യത്തിന്റെ മർമ്മപ്രധാനമായ സമ്പത്ത് അവിടുത്തെ പൗരന്മാരാണ്, അവിടുത്തെ ജനങ്ങളാണ്. വികസന രാജ്യങ്ങൾക്കാകട്ടെ ഇത് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. ഇത് നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത് വികസ്വര രാഷ്ട്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ ശക്തിയെ നശിപ്പിക്കാൻ, അതില്ലായ്മ ചെയ്യുവാൻ തങ്ങളുടെ നിലനിൽപ്പിന്റെ ഭാഗമായി ഒരു മനസ്സിലാക്കുകയും അതിനെതിരെ തന്ത്രം ആവിഷ്കരിച്ചു. അതിന്റെ ഭാഗമാണ് ജനങ്ങൾ ഇതാ പെരുകണു, ഭക്ഷണം ഉണ്ടാവില്ല, അതുണ്ടാവില്ല, അതുകൊണ്ട് ഫാമിലി പ്ലാനിങ് വേണം, ആളുകളെ പിഞ്ചോമന മക്കളെ കൊന്നെടുക്കണം, വാക്സിൻ കൊടുത്തോ ഗുളിക കൊടുത്തോ ഗർഭചിത്രം നടത്തിയോ സകലരെയും കൊന്നെടുക്കണം എന്നുള്ള വാദമുഖങ്ങളുമായി ഇന്ന് ആളുകൾ രംഗത്ത്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ജനസംഖ്യ ഇടിവ് ഇന്ന് വികസിത രാജ്യങ്ങളെ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പിടിച്ചു കൂട്ടി കിടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വികസിത രാജ്യങ്ങളിൽ 15% 65 വയസ്സിന് മുകളിലുള്ള ആളുകളാണ്. 20 വർഷം കഴിയുമ്പോഴേക്കും അത് 20% 15 പോയിട്ട് മൊത്തം ജനസംഖ്യയുടെ 4/1 വയോവൃദ്ധരായ ആളുകളായി തീരും. ഉൽപാദനം നടക്കില്ല, രോഗങ്ങളെല്ലാം പെട്ടെന്ന് വരും, പ്രത്യേകിച്ച് ലൈംഗിക രോഗങ്ങൾ അടിച്ചു കയറും, സ്വന്തം നാശത്തിന് കാരണമായി തീരും. അപ്പൊ സമൂഹത്തിന്റെ മർമ്മമായ ജനങ്ങൾ രോഗം വന്ന് പ്രായാധിക്യത്താൽ പിടഞ്ഞു മരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. ജനസംഖ്യ നിരക്ക് താഴ്ന്നതോടെ നിർമ്മാണം കുറയും, അതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ ഉണ്ടാവും. 2010 ആകുമ്പോഴേക്കും യൂറോപ്യൻ യൂണിയനിൽ 20-30 ഇടയിൽ പ്രായമുള്ളവരുടെ ജനസംഖ്യയുടെ തോത് 13% കുറയും. ഇത് രാജ്യ സുരക്ഷയെ അവതാളത്തിലാക്കുന്ന മാത്രമല്ല, സാമ്പത്തിക രംഗം ഇടിയും, കൂടാതെ തന്നെ തൊഴിൽ സ്ഥാപനങ്ങളെല്ലാം അടച്ചുപൂട്ടേണ്ടി വരും. ഇതൊക്കെ തിരിച്ചറിഞ്ഞ വികസിത രാജ്യങ്ങൾ വളരെ തന്ത്രപരമായ നടപടികൾ സ്വീകരിച്ചു. സമീപ ഭാവിയിൽ ജനസംഖ്യ നിരക്കിലുള്ള ഭിന്നമായ ഈ രീതിയിലുള്ള കുറവ് ഈ പറയുന്ന ഇന്നത്തെ സാമ്രാജ്യ ശക്തികളുടെ ലോകഘടനയെ വരെ തകർക്കാൻ കാരണമായി തീരുമെന്നാണ് ആ രംഗത്തുള്ള പ്രമുഖ പണ്ഡിതന്മാരുടെ പഠനങ്ങൾ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പടച്ച റബ്ബ് പറയുന്നു, മക്കളെ കൊല്ലരുത്, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് മക്കളെ കൊല്ലരുത്, നിങ്ങൾ പ്രസവിക്കുക, നിങ്ങൾ കൂടുതൽ സ്നേഹിക്കുന്ന, കൂടുതൽ പ്രസവിക്കുന്ന ഇണകളെ തിരഞ്ഞെടുക്കുക. വഖദ്ദിമു ലിഅൻഫുസിക്കും, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അധ്വാനിക്കുക. അഥവാ സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ച് നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. ഞാനാണ് അവർക്ക് ഉപജീവനം നൽകുന്നവൻ. പടച്ച റബ്ബിന് വിശാലമായ ഉപജീവനം നൽകാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് തന്നെ റബ്ബ് നമുക്ക് പഠിപ്പിക്കുന്നത് വമയത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, അല്ലാഹുവിനെ ആരാണ് സൂക്ഷിക്കുന്നത് അവന് റബ്ബ് മാർഗം കാണിച്ചു തരും. മാത്രമല്ല വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത പോലെ, അവൻ കണക്കാക്കാത്ത രീതിയിൽ ഉപജീവനം നൽകാനും പടച്ച റബ്ബിന് കഴിയും. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, ആരാണോ പടച്ച റബ്ബിനെ തവക്കലാക്കണ്, അല്ലാഹുവിൽ ഭരമേൽപ്പിക്കണ്, അവനെ സംബന്ധിച്ചിടത്തോളം റബ്ബ് മതി അവന്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, ഇന്നല്ലാഹ ബാലിഗു അംരിഹി, പടച്ച റബ്ബ് തന്റെ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നവനാണ്, നേടിയെടുക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ, പടച്ച റബ്ബന് ഓരോ കാര്യത്തിലും ഒരു ക്രമം നിശ്ചയിച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് കാര്യങ്ങൾ പോവുള്ളൂ. ഖുർആൻ 65-ാം അധ്യായം സൂറത്ത് തലാഖിൽ 2-3 വചനങ്ങളിലൂടെ പഠിപ്പിക്കാൻ. സഹോദരങ്ങളെ, സമയം പരിമിതമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഇന്ന് നമ്മളെ പേടിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഭക്ഷ്യക്ഷാമമാകട്ടെ അല്ലെങ്കിൽ ജനസംഖ്യ വർധനവാകട്ടെ, ഇതിന്റെ പിന്നിൽ ആസൂത്രിതമായ തന്ത്രങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുക. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, റബ്ബ് പറയുന്നു വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഖുർആൻ 11-ാം അധ്യായം ഹൂദിന്റെ 6-ാമത്തെ വചനത്തിൽ പറയാണ്, ഭൂമിയിൽ യാതൊരു ജന്തുവും അതിന്റെ ഉപജീവനം അള്ളാഹു ബാധ്യത ഏറ്റതായിട്ടല്ലാതില്ല. റബ്ബ് ബാധ്യത ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെന്താ പ്രശ്നം? അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക. കുഴിമടിയന്മാരായി അലസന്മാരായി മാറി നിൽക്കാതെ പടച്ച റബ്ബ് തന്ന ബുദ്ധിയും അറിവും കഴിവും ഉപയോഗിച്ച് ഈ ലോകത്ത് അധ്വാനിക്കുക, അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക, റബ്ബിന്റെ മാർഗത്തിൽ മുന്നോട്ട് നീങ്ങുകയും ചെയ്യുക. മാത്രമല്ല, ജനസംഖ്യാ വർധനവ് അത് പ്രകൃതിപരമാണെന്നാണ് വിശുദ്ധ ഖുർആന്റെ സമീപനം. 4-ാം അധ്യായം നിസാന്റെ 1-ാമത്തെ വചനം, 49-ാം അധ്യായം ഹുജറാത്തിന്റെ 13-ാമത്തെ വചനം, 25-ാം അധ്യായം ഫുർഖാന്റെ 54-ാമത്തെ വചനം, 30-ാം അധ്യായം റൂമിന്റെ 21-ാമത്തെ വചനത്തിലെല്ലാം ഇതാണ് നമ്മൾ വായിക്കുന്നത്, മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ജനസംഖ്യാ നിയന്ത്രണം എന്ന പേരിൽ ഇന്ന് സ്വീകരിക്കുന്ന പല നടപടിക്രമങ്ങളും മനുഷ്യത്വരഹിതമാണെന്നുള്ള തിരിച്ചറിവും സഹോദരങ്ങളെ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. എന്നിട്ട് പടച്ച റബ്ബ് പറയാണ്, റബ്ബ് കനിഞ്ഞു തന്ന ഈ അനുഗ്രഹം, ഭക്ഷണം, സൗകര്യം, ചുറ്റുപാടുകളെല്ലാം അതെല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാം, ആസ്വദിക്കാം. പക്ഷേ പരിധി വിടരുത്, ധിക്കാരികളായി തീരുകയും അരുത്. തനിക്ക് ലഭിച്ച അനുഗ്രഹം തന്നിൽ മാത്രം കെട്ടിപ്പൂട്ടി വെക്കാതെ തന്റെ ഉറ്റവർക്ക്, ഉടയവർക്ക്, തന്റെ സഹപാഠികൾക്ക് പകർന്നു നൽകാനുള്ള വിശാലമായ മനസ്സും സമീപനവും വിശ്വാസി ലോകത്തിന് ഉണ്ടാകണമെന്നും ഖുർആൻ പഠിപ്പിച്ചു. അല്ലാഹ് പറഞ്ഞു, അതെ, യാ അയ്യുഹല്ലദീന ആമനു ലാ തുഹർരിമു ത്വയ്യിബാതി മാ അഹല്ലല്ലാഹു ലക്കും വലാ തഅതദു, പടച്ച റബ്ബ് നിങ്ങൾക്ക് അനുവദിച്ചു തന്ന വിശുദ്ധമായ ഭക്ഷ്യങ്ങൾ, ഉപജീവനം, അത് നിങ്ങൾ
നിഷിദ്ധമാക്കരുത്. വല തഅതദു, നിങ്ങൾ പരിധി വിട്ട് പ്രവർത്തിക്കുകയും അരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, പരിധി ലംഘകരെ റബ്ബിന് ഇഷ്ടമല്ല. വകുലു മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ ത്വയ്യിബ, പടച്ച റബ്ബ് നിങ്ങൾക്ക് വിശുദ്ധമാക്കി തന്ന, നിങ്ങൾക്ക് അനുവദിച്ച് തന്നതിൽ നിന്നെല്ലാം തന്നെ നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. വത്തഖുല്ലാഹ അല്ലദീ അൻതും ബിഹി മുഅ്മിനൂൻ, ഏതൊരുവനിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അവനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. ഇതാണ് ഖുർആന്റെ നിർദ്ദേശം. 5-ാം അധ്യായം മാഇദയിലെ 87-88 വചനങ്ങൾ. മാത്രമല്ല ഖുർആൻ പറഞ്ഞു, ഖുർആനിലെ 7-ാം അധ്യായം അഅറാഫിന്റെ 31-ാമത്തെ വചനത്തിലൂടെ, യാ ബനി ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, അല്ലയോ ആദമിൻ സന്തതികളെ, നിങ്ങൾ പള്ളികളിൽ അലങ്കാരം സ്വീകരിക്കുക, മാന്യമായ വേഷവിധാനം സ്വീകരിക്കുക. വകുലു വശ്റബു വലാ തുസ്രിഫു, നിങ്ങൾ തിന്നുക കുടിക്കുക, പക്ഷേ പരിധി ലംഘിക്കരുത്, ഇസ്രാഫിന്റെ തലം സ്വീകരിക്കരുത്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ഇസ്രാഫിന്റെ വക്താക്കളെ, ഇസ്രാഫിൽ ഏർപ്പെട്ട ആളുകളെ പടച്ച റബ്ബ് സ്നേഹിക്കുന്നില്ല. അത്തരം ആളുകളെ റബ്ബിന് ഇഷ്ടമല്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ അവസാനത്തെ ആയത്ത് അല്ലാഹ് പറഞ്ഞു, വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചവനാണ് അവൻ. എന്നിട്ട് റബ്ബ് പറഞ്ഞു, വജഅല ലക്കും മിൻ അസ്വാജികും ബനീന വഹഫദ, ആ ഇണകളിലൂടെ നിങ്ങൾക്ക് പുത്രന്മാരെയും പൗത്രന്മാരെയും തന്നവനാണ് പടച്ച റബ്ബ്. വറസഖകും മിന ത്വയ്യിബാത്ത്, വിശുദ്ധമായവയിൽ നിന്ന് നിങ്ങൾക്ക് ഉപജീവനം നൽകിക്കൊണ്ടിരിക്കുന്ന ചെയ്യുവനാണ് പടച്ച റബ്ബ്. അഫൽ ബിൽ ബാതിൽ യുഅ്മിനൂന വബിനിഅമത്തില്ലാഹി ഹും യക്ഫുറൂൻ. ഇതൊക്കെ സത്യമായിട്ട്, ഇതെല്ലാം മനസ്സിലായിട്ടും ഈ സത്യത്തിൽ നിങ്ങൾ അസത്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുകയാണോ, ബാത്തിലിൽ നിങ്ങൾ വിശ്വസിക്കുകയാണോ, അതോടൊപ്പം പടച്ച റബ്ബ് തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ നിഷേധിച്ച് തള്ളുകയാണോ എന്ന് ഖുർആൻ 16-ാം അധ്യായം സൂറത്തുൻ നഹ്ലിന്റെ 72-ാമത്തെ വചനത്തിലൂടെ നമ്മോട് ചോദിക്കും. അതുകൊണ്ട് ഈ രംഗത്തിൽ ഇസ്ലാമിന്റെ സമീപനം നേർക്കുനേരെ മനസ്സിലാക്കുക, പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹ് പറയുന്നത് നിങ്ങൾ അവനോട് തേടുക, അവനോട് പ്രാർത്ഥിക്കുക, അതോടൊപ്പം തന്നെ പടച്ച റബ്ബ് തന്ന കഴിവും അറിവും ഉപയോഗിച്ച് പണിയെടുക്കുകയും ചെയ്യുക. മാത്രമല്ല, ഒരു സംഭവം മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞ വചനം വിശുദ്ധ ഖുർആനിലെ 71-ാം അധ്യായം സൂറത്തുൻ നൂഹിന്റെ 11 മുതൽ തുടങ്ങുന്ന വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നൂഹ് നബി പറഞ്ഞത്, അതെ, നിങ്ങൾ എൻ്റെ സമൂഹമേ, നിങ്ങൾ നിങ്ങളുടെ സട്ടാവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, പടച്ച റബ്ബിനോട് നിങ്ങൾ പാപമോചനം തേടുക, എങ്കിൽ പടച്ച റബ്ബ് നിങ്ങളുടെ പാപമോചനം സ്വീകരിക്കുമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി അവൻ മഴ ചൊരിഞ്ഞു തരും, സമൃദ്ധമായ മഴ നിങ്ങൾക്ക് റബ്ബ് നൽകും. മാത്രമല്ല, നിങ്ങൾക്ക് സന്താന സൗഭാഗ്യവും വിഭവ സമൃദ്ധിയും അതോടൊപ്പം തന്നെ സമ്പത്തും പടച്ച റബ്ബിന്റെ വിശാലമായ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് നൽകും. എന്തു വേണം? നിങ്ങൾ അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങണം, റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന, റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവരായി തീരണം. വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രമുഖ പണ്ഡിതന്മാർക്ക് മുന്നിൽ എല്ലാം നഷ്ടപ്പെട്ട, സമ്പത്ത് നഷ്ടപ്പെട്ട, സന്തതികളെ നഷ്ടപ്പെട്ട, അതുപോലെ തന്നെ കൃഷി നഷ്ടപ്പെട്ട 2-3 ആളുകൾ വന്ന് ഒരു പണ്ഡിതനോട് ചോദിച്ചതിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പരാതി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ആയത്താണ് ഓതിക്കൊടുത്തത്, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് ഖേദിച്ചു മടങ്ങുക, എങ്കിൽ പടച്ചറബ് മഴ തരും, സന്താന സൗഭാഗ്യം തരും, സമ്പത്ത് തരും, സമൃദ്ധി തരും, പടച്ചറബിലേക്ക് ഖേദിച്ചു മടങ്ങുക. അതുകൊണ്ട് വിശ്വാസികൾ എന്ന നിലയിൽ റബ്ബിനെ തിരിച്ചറിയുക, അവന്റെ വിശാലമായ അനുഗ്രഹത്തിന് വേണ്ടി ചോദിക്കുക, അധ്വാനിക്കുക, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. ഈ രംഗത്ത് ചില ആളുകളുടെ തന്ത്രങ്ങളെ തിരിച്ചറിയുക, അതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് അടിസ്ഥാനരഹിതമായ കഴമ്പില്ലാത്ത വിമർശനങ്ങൾക്ക് അതേ വാളെടുത്ത് കുന്തെടുത്ത് പ്രതികരിക്കുന്നതിന് പകരം പക്വതയോടെ, പാകതയോടെ ഖുർആൻ കൊണ്ട് ജിഹാദ് ചെയ്യാൻ, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, നിങ്ങൾ ഖുർആൻ കൊണ്ട് ജിഹാദ് ചെയ്യാൻ തയ്യാറാകണമെന്ന് വിശുദ്ധ ഖുർആന്റെ നിർദ്ദേശവും മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യം, വിശുദ്ധ ഖുർആനെതിരെ അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെ, പ്രവാചകനെതിരെ ആരും എന്ത് വിമർശനങ്ങൾ ഉന്നയിച്ചോട്ടെ, എന്തുമാത്രം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചോട്ടെ, എത്രമാത്രം സമൂഹത്തിൽ വികൃതമാക്കുവാൻ വേണ്ടി പരിശ്രമിച്ചോട്ടെ, പക്ഷേ ഖുർആനൊന്നും സംഭവിക്കാൻ പോണില്ല. അല്ലെങ്കിൽ പ്രവാചകന്റെ വ്യക്തിത്വത്തിന് ഒരു പോറലും ഏൽക്കില്ല. പ്രവാചകന്റെ ഹദീസിനോ അതല്ലെങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിനോ ഒരു പോറലും ഏൽപ്പിക്കാൻ ഇവരുടെ ഈ വായകൾ കൊണ്ടുള്ള ശ്രമങ്ങൾ കൊണ്ട് നടക്കില്ല എന്നാണ് ഖുർആന്റെ നിർദ്ദേശം. അല്ലാഹ് പറയുന്നത്, യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലാ ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. 61-ാം അധ്യായം ഫുസ്സിലത്തിന്റെ 8-9 അസൊഫിന്റെ 8-9 വചനങ്ങളാണ്. പടച്ചറബ് പറയുന്നത്, അള്ളാഹുവിന്റെ പ്രകാശത്തെ വായ കൊണ്ട് ഊതിക്കെടുത്താൻ ആരാര് ശ്രമിച്ചാലും റബ്ബ് സമ്മതിക്കില്ലെന്നാണ്. അല്ലാഹ് പറയണത്, എന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ഞാൻ ആരെയും അനുവദിക്കില്ലെന്നാണ് 9-ാം അധ്യായം സൂറത്ത് തൗബയിലൂടെ. അതേ ആശയം തന്നെയാണ് സൂറത്ത് സൊഫിലൂടെയും അല്ലാഹ് പറയണത്. അള്ളാഹു ഈ മതത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഈ പ്രകാശത്തെ സത്യമതവും സന്മാർഗവുമായി കൊണ്ട്, തന്റെ പടച്ചറബ് പഠിപ്പിച്ച മതവുമായി കൊണ്ട് കടന്നു വന്നവനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ പഠിപ്പിച്ച ഈ ആദർശം, ആ പ്രവാചകൻ പഠിപ്പിച്ച ഈ സൃഷ്ടിപരമായി നേർക്കുനേരെ മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കാൻ ഉതകുന്ന പടച്ചറബിന്റെ ഈ മാർഗദർശനം, ഇത് സകല മതങ്ങളെയും, സകല ഇസങ്ങളെയും, സകല ഭൗതിക ദർശനങ്ങളെയും, സകല പ്രത്യശാസ്ത്രങ്ങളെയും അതിജയിച്ചുകൊണ്ട് ജ്വലിച്ചു നിൽക്കുക തന്നെ ചെയ്യും. സത്യനിഷേധികൾക്ക്, ബഹുദൈവ ആരാധകർക്ക് എത്ര കണ്ട അറപ്പും വെറുപ്പും ഉണ്ടെങ്കിലും ശരിയെന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹ് നിർത്തുന്നത്.
അതുകൊണ്ട് ഖുർആനിലേക്ക് വരിക, ഖുർആൻ പഠിക്കാൻ, ഹദീസ് പ്രവാചകന്റെ വിശദീകരണം, ഖുർആന്റെ വിശദീകരണം വായിക്കാൻ, അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താൻ, അതുപയോഗിച്ച് സമൂഹത്തിൽ ഇറങ്ങിത്തിരിക്കാൻ, എന്നിട്ട് വിപ്ലവം ഉണ്ടാക്കാൻ. ഏതർത്ഥത്തിൽ? ആദർശ വിപ്ലവം. ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മ ദഅവാ രംഗത്ത് ഇറങ്ങിത്തിരിക്കുകയും അവർ മുന്നോട്ട് കുതിക്കുകയും ചെയ്താൽ ഈ ആദർശ വിപ്ലവത്തെ തളയിടാൻ, ഈ ആദർശ വിപ്ലവത്തിന് കടിഞ്ഞാണിടാൻ, ഈ ആദർശ വിപ്ലവത്തിന് ഒരു ചെറിയ മാർഗതടസ്സം സൃഷ്ടിക്കാൻ പോലും ലോകത്ത് ഇനി ജനിക്കാനിരിക്കുന്ന, പറക്കാനിരിക്കുന്ന ഒരു ദർശനത്തിന് കഴിയില്ല. അതൊരു സത്യമാണ്, ചരിത്രപരമായ സത്യം. അതുകൊണ്ട് തന്നെ ഈ ആദർശ പ്രബോധനത്തെ തടയിടാൻ, ഈ ആദർശ പ്രബോധന കൂട്ടായ്മയിൽ നിന്ന് മുസ്ലിം മനസ്സുകളെ, മുസ്ലിം ധിഷണകളെ, മുസ്ലിം വിശ്വാസങ്ങളെ, മുസ്ലിം യുവാക്കളുടെ ആരോഗ്യത്തെ, മസ്തിഷ്കത്തെ വേറെ മേഖലകളിലേക്ക് തിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങളാണ് സാമൂഹ്യക്ഷേമ മേഖലയിലേക്ക് തിരിച്ചുവിട്ടത്. അതേ ശ്രമമാണ് മുസ്ലിം ചിന്തകളെ പലപ്പോഴും ഭീകരവാദ, തീവ്രവാദ ചിന്തകളിലേക്ക് തിരിച്ചുവിട്ടത്. അതേ ചിന്തയാണ് മഹാപണ്ഡിതന്മാർ മാത്രം ദഅവത്ത് നടത്തിയാൽ മതി എന്ന ചിന്തയിലേക്ക് തിരിച്ചുവിട്ടത്. ആ ചിന്തയുടെ ഭാഗമാണ് ത്വരീഖത്തിലേക്കും സൂഫി ചിന്തകളിലേക്ക് തിരിച്ചുവിട്ടത്. അതേ ചിന്തയാണ് ഹദീസ് നിഷേധത്തിലേക്ക് തിരിച്ചുവിട്ടത്. അതേ ചിന്തയാണ് കേവലം ഖുർആനും സുന്നത്തും വിട്ട് ചവറ് വാറോല ഗ്രന്ഥങ്ങളിലേക്ക് മുസ്ലിം മനസ്സുകളെ, ദിഷണകളെ തിരിച്ചുവിട്ടത്. കേവലം ഫിലോസഫിയിൽ പലപ്പോഴും ചില ആളുകളെ തളച്ചിടുന്നതിന്റെ പിന്നിലുള്ള ശക്തികളും ചിന്തകളും ഇതൊക്കെ ആയിരുന്നു തിരിച്ചറിയാൻ കഴിയുക. അതുകൊണ്ട് ഖുർആനിലേക്ക് വരിക, അതിന്റെ വിശദീകരണമായ റസൂലുള്ളാഹിന്റെ ഹദീസ് പഠിക്കുക, എന്നിട്ട് അതിനനുസരിച്ച് ജീവിതം പരിവർത്തിപ്പിക്കാൻ ശ്രമിക്കുക. ഇതുപയോഗിച്ച് സത്യമത പ്രബോധന രംഗത്ത് ഇറങ്ങിത്തിരിക്കുക. ഇസ്ലാമിനെതിരെയുള്ള വെല്ലുവിളി, വിമർശനങ്ങളെ, ആരോപണങ്ങളെ ഖുർആനും സുന്നത്തും ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിക്കാൻ, അതിൻ്റെ ഉജ്ജ്വലമായ പ്രകാശത്തെ ഉയർത്തിപ്പിടിക്കാനുള്ള മനസ്സും ഈമാനും തൻ്റെ ഇടവും ഈമാനികമായ ഉജ്ജ്വലതയും തന്ന്, അറിവും കഴിവും തന്ന് പടച്ചറബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥ, സത്യമത പ്രബോധന രംഗത്ത് ഉറച്ചു നിൽക്കുവാനും ഈ രംഗത്തുണ്ടാകുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രയാസഘട്ടങ്ങളിൽ തളരാതെ, തകരാതെ, പതറാതെ ഉറച്ചു നിൽക്കാനും ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് പ്രതിരോധിക്കാനും ശക്തമായ ആദർശ വിപ്ലവത്തിന് തുടക്കം കുറിക്കാനും മരണം വരെ ഈ ആദർശത്തിൽ ഉറച്ചു നിന്ന് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകണം. ഞങ്ങളിൽ മരിച്ചുപോയ ഈ സത്യമത പ്രബോധനത്തിന്റെ പണ്ഡിതന്മാർക്ക്, നേതാക്കന്മാർക്ക്, സെലഫുകൾക്ക്, മുൻഗാമികൾക്ക് നീ പുറത്തു കൊടുക്കുകയും ഞങ്ങൾക്കും പുറത്തു തരികയും ഈ രംഗത്തെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന പണ്ഡിതന്മാർക്ക്, പ്രവർത്തകർക്ക് കൂടുതൽ അറിവും കഴിവും മനസ്സും തന്ന് അവരെ നീ അനുഗ്രഹിക്കുകയും ഞങ്ങളെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണം. ഞങ്ങളിൽ മരിച്ചുപോയ ആളുകൾക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകണം. റബ്ബേ, സ്വാലിഹീങ്ങളായ മക്കളുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തുമാറാകണമേ. മാതാപിതാക്കളെ ആദരിക്കുന്ന, സ്നേഹിക്കുന്ന നല്ല മക്കളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ കണ്ണികളാക്കണമേ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണമേ. സ്വാലിഹീങ്ങളായ സന്തതികളെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുമാറാകണമേ. പടച്ച റബ്ബേ, നിന്റെ പ്രവാചകൻ തൃപ്തിപ്പെട്ട കാമ്പും കഴമ്പുമുള്ള ആദർശ വിശുദ്ധിയുള്ള നല്ലൊരു ഉമ്മത്തായി വളരാൻ പടച്ച റബ്ബേ, മുസ്ലിം ഉമ്മയെ നീ അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങൾക്ക് ഇസ്സത്തും അഭിമാനവും തന്ന്, ഈമാനികമായ ഉജ്ജ്വലതയും തന്ന് ഇസ്ലാമിക സമൂഹത്തെ, മുസ്ലിം ഉമ്മയെ നീ ഉയർത്തണമേ. ആദർശബോധവും തൗഹീദിന്റെ അടിയുറച്ച വിശ്വാസികളുമായി മുസ്ലിങ്ങളെ വളരാനും ഉയരാനും നീ തൗഫീഖ് ചെയ്യുമാറാകണമേ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم.